പുതിയ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ. ദ ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ. ഹല്ലേലൂയ. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അന്ത്യകാലത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വയറ് നിറഞ്ഞാൽ ഇതുപോലെയുള്ള AC-യിലിരുന്നാൽ എപ്പം മൂന്നാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. പ്രാസംഗന്മാരെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഉച്ചയ്ക്ക് ശേഷം സമയം. അതുകൊണ്ട് പ്ലീസ് ഉണർന്നിരുന്നാട്ടെ. 3 പേരെ തൊട്ട് പറ, ഉണർന്നിരിക്കണം. പറഞ്ഞാട്ടെ, ഉണർന്നിരിക്കണം. 3 പേരെ തൊട്ട് പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തിരിക്കുന്നവരെ കൈ പിടിച്ചേ, അടുത്തിരിക്കുന്ന ഒരാളുടെ കൈ പിടിച്ചേ, എന്നിട്ട് മുഖത്ത് നോക്കിയേ. സ്തോത്രം. എന്നിട്ട് ചിരിച്ചേ. പല്ല് വെച്ചവരെ മാത്രമേ പല്ല് കാണിച്ച് ചിരിക്കത്തുള്ളൂ. ചിരിച്ചിട്ട് പറഞ്ഞാട്ടെ, അയൽവാസിയെ, നമ്മൾ ദരിദ്രവാസിയാകാതിരിക്കാൻ കണ്ണും ഹൃദയവും ചെവിയും ഈ ഉച്ചയ്ക്ക് ശേഷം തുറന്നിരിക്കണം. പറ, കണ്ണാടി വെച്ചവരും പറ, കണ്ണും ചെവിയും ഹൃദയവും എല്ലാം തുറന്നിരിക്കണം, നമ്മൾ ദരിദ്രവാസിയാകാതിരിക്കാൻ. ആമേൻ. ഹൗ ടു ട്രെയിൻ ദ ഇന്നർ മാൻ. സോ ഹു ഈസ് അവർ ഇന്നർ മാൻ? Our inner man is none other than Lord Jesus Christ. സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് കർത്താവായ യേശു അത്രേ. നമ്മുടെ അകത്തുള്ളതായ മനുഷ്യൻ ആത്മാവാണ്. മനുഷ്യന് ഒരു ആത്മാവുണ്ട്. ട്രൈക്കോട്ടയായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മിലൊരു തൃത്വമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പോലെ നമ്മിലൊരു തൃത്വമുണ്ട്. കർത്താവ് തൃത്വമാണ്, നമുക്കറിയാം അല്ലേ? ക്രിസ്ത്യാനിക്ക് 3 ദൈവം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ചർച്ചിൽ പറഞ്ഞതുപോലെ സ്തോത്രം, 1+1+1 അല്ല നമ്മുടെ ദൈവം. 1 ഗുണം 1 അതാണ് ദൈവം. സ്തോത്രം. ത്രിഏക ദൈവം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യങ്ങൾ. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമം. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം. 2 കൊരിന്ത്യർ 13-14 എഴുതുന്നെങ്കിൽ പെട്ടെന്ന് എഴുതണം. സ്തോത്രം. പെട്ടെന്ന് നമ്മൾ പറഞ്ഞ് നിർത്തുവാൻ പോകുന്നു. 1 മണിക്കൂർ ഈ ക്ലാസ് നീണ്ടു നിൽക്കും. 15 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കും. ഇനി 55 മിനിറ്റേ ഉള്ളൂ. സ്തോത്രം. അതെ, എന്നിട്ട് പിന്നെ 15 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. ആമേൻ. സോ പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധ ആത്മാവ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു തൃത്വമുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യന് ആത്മാവ്, പ്രാണൻ, ശരീരം. സോ ദൈവം, സ്തോത്രം, ആത്മാവായിരിക്കുന്നു. നമ്മുടെ ഉള്ളിലും ആത്മാവുണ്ട്. സ്തോത്രം. 1 തെസ്സലോനിക്കർ 5:23 ഞാൻ പറഞ്ഞത്. നമ്മുടെ ഉള്ളിലും ആത്മാവുണ്ട്. യെസ്, ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ആരാണ്? ദൈവം ആത്മാവാണ്. പറഞ്ഞേ, ദൈവം ആരാണ്? ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവത്രേ. യോഹന്നാൻ സുവിശേഷം 4:24. 2 കൊരിന്ത്യർ 3:17. 2 വാക്യങ്ങൾ ഒരുപോലെ പറയുന്നു. ദൈവം ആത്മാവാകുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവ് ആത്മാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞ, കർത്താവ് ആരാണ്? ആത്മാവാണ്. അപ്പോൾ കർത്താവ് ആത്മാവാണ്. ആത്മാവാം ദൈവം തൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നമ്മെ രക്ഷിക്കുന്നതായ സമയത്ത് പാപബോധം പരിശുദ്ധാത്മാവിൽ അവൻ നമുക്ക് നൽകുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പാപബോധം നൽകുമ്പോൾ, നിങ്ങൾ എഴുതുന്നത് കൊണ്ട് പലരും മിസ് ചെയ്യുന്നതായി എനിക്ക് തോന്നുന്നു. സോ ഞാൻ റെഫറൻസ് കുറയ്ക്ക് ചെയ്യാൻ പോവാം. സ്തോത്രം. വളരെ ശ്രദ്ധിച്ച്. സ്തോത്രം. അതെ, പാപബോധം കർത്താവ് നമ്മുടെ ആത്മാവിൽ തരുമ്പോൾ, പരിശുദ്ധ ആത്മാവാണ് രക്ഷകൻ്റെ അടുക്കലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. ചില മമ്മിമാർ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് പറയും, പാസ്റ്ററെ, എങ്ങനെയും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. നോ, ഒരു പാസ്റ്ററിനും കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. കർത്താവാണ് ആ കുഞ്ഞിനെ രക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പാപബോധവും കൊടുത്ത് പരിശുദ്ധാത്മാവ്, സ്തോത്രം, രക്ഷകനെ കാണിക്കും. പരിശുദ്ധാത്മാവ് ഒരിക്കലും തന്നെ ഉയർത്തത്തില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും പാസ്റ്റർ ഉയർത്തത്തില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഗസ്റ്റ് സ്പീക്കറിനെ ഉയർത്തത്തില്ല. പരിശുദ്ധാത്മാവ് ഉയർത്താൻ ഒറ്റ വ്യക്തിയേ ഉള്ളൂ. അത് യേശുവിനെ ഉയർത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഞാനിങ്ങനെ പറയട്ടെ, യേശു ഉയർന്നില്ലെങ്കിൽ ആ ശുശ്രൂഷയൊന്നും ദൈവത്താൽ നിമിത്തമായ ശുശ്രൂഷയല്ല. സ്തോത്രം. ഞാൻ ഉസ്മാനിയയിൽ പോയപ്പോൾ ഇത് നടന്നു, ഞാൻ ഉഗാണ്ട വന്നപ്പോൾ ഇത് നടന്നു എന്ന് പറഞ്ഞാൽ തന്നെത്താൻ പ്രസൻറ്റ് ചെയ്യും, തന്നെത്താൻ ഉയർത്തുകയും ചെയ്യുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ ജോലി. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ നാമത്തെ മാത്രമേ ഉയർത്തത്തുള്ളൂ. ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിയാട്ടെ. എല്ലാവരും ജീവിതത്തിൽ ഉയരണമെങ്കിൽ ഉയർന്നിരിക്കുന്നവനെ ഉയർത്തിയാൽ മതി. യേശുവിനെ ഉയർത്തിയ ആരും തളടിയാകത്തില്ല. യേശുവിനെ ഉയർത്തുന്നവൻ ഉയർന്നുകൊണ്ടേയിരിക്കും. സോ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. യേശു കർത്താവ് തൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകുന്നു, ശുദ്ധീകരിക്കുന്നു. അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു.
ഫേമസ് ആയ വാക്യം വെളിപ്പാട് 3:20. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട വാക്യം. റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 20. സ്തോത്രം. വെളിപ്പാട് 3:20. ഇത് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. പറഞ്ഞേ, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് ഞാൻ എന്നോടും അവൻ എന്നോടും ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സോ ആത്മാവാം ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ആത്മാവാം ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ഇതാ ഞാൻ സ്തോത്രം വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സോ ആത്മാവാം ദൈവം നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുന്നു. അവനാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. നമ്മുടെ അകത്തിരിക്കുന്ന കർത്താവാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. കൊലോസ്യർ 1:27 ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഹി ഈസ് ഇൻ യു. സ്തോത്രം. മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. 1 യോഹന്നാൻ 5:5 നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. സോ നിങ്ങളുടെ ഉള്ളിൽ ആരായിരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ യേശു ഇരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ കുഞ്ഞാടായിട്ടല്ല അവൻ ഇരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റത് നിമിത്തം അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമായി കർത്താവ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നവൻ ക്യാൻസറിനേക്കാൾ വലിയവൻ, രോഗങ്ങളെക്കാൾ വലിയവൻ, സ്തോത്രം HIV പോസിറ്റീവിനേക്കാൾ വലിയവൻ, തന്ത്ര ശക്തികളെക്കാൾ വലിയവൻ യേശു നിങ്ങളുടെ ഉള്ളിലുണ്ട്. യേശു നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഏത് റൂമിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാം. യേശു നിങ്ങളുടെ റൂമിലുള്ളത് കൊണ്ട് എവിടെയും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ഞാൻ ഇറ്റലിയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തതായ ഒരു ഫ്ലാറ്റിൽ അവർ എന്നെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ആ റൂമിലാണ് കിടന്നത്. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് ആ റൂമിൽ സ്തോത്രം ആ ഫ്ലാറ്റിൽ രാത്രി ആകുമ്പോഴേക്കും ലൈറ്റ് ഓൺ ആകും അത്രേ. വാതിലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. ഉറങ്ങിയിരുന്ന എല്ലാവരും ഉറക്കം പോയി. കാരണം ഈ ബന്ധുക്കളെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് ബന്ധുക്കൾക്ക് ഉത്സാഹം ഉണ്ടാകുന്നത്. സ്തോത്രം. അതെ, നോക്കണമേ, ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഓൺ ആകും. സ്തോത്രം. ആൾക്കാർ ഇറങ്ങി നടക്കും. അപ്പോൾ ആ സ്തോത്രം ഇറ്റലിക്കാർ അവർ പറഞ്ഞു, ഇതാ ഇന്ത്യക്കാരൻ, ഇന്ത്യയിൽ എല്ലാവരും ആനപ്പുറത്താണ് സ്കൂളിൽ പോകുന്നതെന്ന് അവന്മാർ കേട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ മുഴുവൻ ദുർഭൂതങ്ങളെന്നാണ് അവർ കേട്ടിട്ടുള്ളത്. വെട്ടേറ്റ് വീണ എല്ലാ ദൂതന്മാരും ഇന്ത്യയിൽ വീണത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും 30 കോടി ദൈവങ്ങളുണ്ടെന്ന് അവർ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഇന്ത്യൻ ബ്രീച്ചർ വരുന്നു. അവൻ ഭൂതങ്ങളെ സ്നേഹിതനായതുകൊണ്ട്, അങ്ങനെയല്ല, അവന് കുറച്ചുകൂടെ പവർഫുൾ ആയതുകൊണ്ട് നിശ്ചയമായി ഇതിനെല്ലാം ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന് സ്തോത്രം സുഖമായിട്ട് അവിടെ പാർപ്പിച്ചു. ആ റൂമിൽ കയറുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ആ അപ്പാർട്ട്മെൻറ്റിൽ അവിടെ പാസ്റ്റർ വന്ന് ഒരു 10-15 മിനിറ്റ് ഇരുന്നിട്ട്, ഓക്കെ ബ്രദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം അറിയിക്കണം, ഇത് ഈസ് അവരുടെ ഫോൺ നമ്പർ എന്നൊക്കെ പറഞ്ഞ് അവർ പിരിയുമ്പോഴേക്കും സ്തോത്രം എനിക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഒറ്റയ്ക്കല്ല ആ അപ്പാർട്ട്മെൻറ്റിലായിരിക്കുന്നത്. ക്ഷണിക്കപ്പെടാത്ത വേറെ ഒരുത്തൻ കൂടെയുണ്ട്. വട്ടമിട്ട് പറക്കുന്നു, ഇവിടെ നിന്ന് താമസം മാറ്റണം. എനിക്കൊറ്റ ഗിയറേ ഉള്ളൂ, ഫോർവേഡ് ഗിയർ, റിവേഴ്സ് ഗിയർ ഇല്ല. കമാൻ. ഞാൻ പറഞ്ഞു, ദുരാത്മാവേ യേശുവിൻ്റെ നാമത്തിൽ ഇത് 50-50 അല്ല, ഇത് എനക്ക് പകുതി എനിക്ക് പകുതിയല്ല. ദുരാത്മാവേ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലം അതിൻ്റെ നിവാസികളെ ഹോവയ്ക്കുള്ളത് അത്ര ഒരാഴ്ച എനിക്കിവിടെ താമസിക്കേണ്ടതാണ്. ഗെറ്റ് ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിട്ടുപോ. സുഖമായിട്ട് കിടന്നുറങ്ങി, ഒരു കുഴപ്പമില്ല. പിറ്റേന്ന് രാവിലെയായി 8:30 മണിക്ക് ആ പാസ്റ്റർ വന്നു. 9 മണിക്ക് വരുമെന്ന് പറഞ്ഞ ആൾ 8:30 വന്നു. കാരണം ജീവനോണ്ടെന്ന് അറിയണ്ടേ. സ്തോത്രം. പുള്ളി വന്നിട്ട് ചോദിച്ചു, എന്തേലും കുഴപ്പമുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. സദേൺ സൈഡ് ഓഫ് ഇറ്റലിയാണ്, കുറച്ച് ചൂട് കൂടുതലാണ്. പുള്ളിക്ക് ചോദിച്ചു, കൊതുകുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു, വലിപ്പത്തിൽ സാമാന്യം നല്ല ഒരെണ്ണം ഉണ്ടായിരുന്നു, വന്നപ്പോഴേ അതിനെ തല്ലിക്കൊന്ന് പുറത്താക്കി. യേശുവിൻ നാമത്തിൽ ഞാൻ പറയട്ടെ, ആ യേശുവാണ് നിങ്ങളിലുള്ളത്. അയ്യോ സുരേഷ് അങ്കിൾ ഏതോ സൂപ്പർ സ്റ്റാർ. മക്കളെ സ്തോത്രം, സിനിമയിലാണ് സൂപ്പർ സ്റ്റാർ, സഭയിൽ ഒരൊറ്റ സൂപ്പർ സ്റ്റാറേ ഉള്ളൂ, അവൻ്റെ പേര് കർത്താവ് യേശുവാ. അതുകൊണ്ട് സ്തോത്രം, അതെ, ആ യേശു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ഏത് സെമിത്തേരിയിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും നിന്റെ വീടുമെങ്കിലും അവയ്ക്കും നിന്നോട് അടുത്ത് വരുവാൻ കഴിയുകയില്ല. ബെസ്റ്റ് കോമ്പിനേഷൻ ഞാൻ പറയട്ടെ, ബെസ്റ്റ് കോമ്പിനേഷൻ പുട്ടും കടലയുമല്ല, ആരുടെയോ വായിൽ വെള്ളമുറി, സാമ്പാറും ഇഡലിയുമല്ല. സ്തോത്രം. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ തീയും ഉണങ്ങിയ വിറകുമാണ്. തീയും ഉണങ്ങിയ വിറക്. ആരാ ഉണങ്ങിയ വിറക്? സ്തോത്രം. വെട്ടി എറിഞ്ഞു കളഞ്ഞ അബോമിനേറ്റ് ബ്രാഞ്ച്, യേശയ്യാ 14:19. സ്വർഗമാകുന്ന വലിയ വൃക്ഷത്തിൽ നിന്ന് വെട്ടി എറിഞ്ഞു കളഞ്ഞതായ അബോമിനേറ്റ് ബ്രാഞ്ച് സാത്താൻ, ഉണങ്ങിയ വിറക്. അവനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. സത്യമില്ലാത്തത് കൊണ്ട് അവനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. ഉണങ്ങിപ്പോയി, വെട്ടി എറിഞ്ഞു കളഞ്ഞു, ഉണങ്ങിയ വിറക്. അപ്പൊ ആരാ തീ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാത്രേ. ആ തീ നിന്റെ അകത്തിരിക്കുക.
അതുകൊണ്ട് ഇന്ന് പകൽ എൻ്റെ മുൻപിൽ ഇരിക്കുന്നത് ഒന്നും കരിക്കട്ടകളല്ല, എല്ലാം കനൽക്കട്ടകൾ അത്രേ. കമാൻ കമാൻ കമാൻ. കരങ്ങളെ അടിക്കുന്ന ഈ കരങ്ങളെ അടിച്ച് നന്നായി ദൈവത്തെ സ്തുതിക്കുക. തീ കുറച്ചുകൂടെ ഒന്ന് ആളിക്കത്തട്ടെ, 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 ആളിക്കത്തട്ടെ. ശബ്ദമുയർത്തി വായു തുറന്ന് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഇന്നർ മാൻ, ആ അകത്തെ മനുഷ്യനെ നമ്മൾ ബലപ്പെടുത്തണം. ആ അകത്തെ മനുഷ്യനെ സ്പിരിച്വാലിറ്റിയെ നിർത്തേണ്ട നമ്പർ 1 കാര്യം ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. ഇനി എൻ്റെ ചർച്ചയിൽ പോലും പ്രസംഗിക്കാത്ത രാവിലെ നിങ്ങൾ കേട്ടത് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഞാൻ ഇങ്ങനെ പിരിച്ച് പ്രസംഗിച്ചിട്ടില്ല. ബിലീവ് മീ. സ്തോത്രം. ഇവിടെ പ്രസംഗിച്ച് ജയിച്ചത് കൊണ്ട് വേണം ഇനി തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ. നിങ്ങളൊരു സ്റ്റോർ ഹൗസാണ്. ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്ന ഒറ്റ ഒരുത്തം വരുന്നത് പോലെ തിരിച്ചു പോകത്തില്ല. ഓ യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ തരാൻ മാത്രമല്ല, ഇവിടെ എടുക്കാനുമുള്ള ദൈവകൃപയ്ക്കായി സ്തോത്രം. കമോൺ, കരങ്ങൾ ഉയർത്തി മനസ്സിലായൊരു ദൈവത്തെ സ്തുതിച്ച് ശക്തിയോടെ. സോ ഹൗ ടു ട്രെയിൻ ദ ഇന്നർ മാൻ. സെക്കൻഡ് പോയിന്റ് ബൈ പോയിന്റ് ആയി 6 കാര്യം ഞാൻ പെട്ടെന്ന് പറയും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പറയും. സ്തോത്രം. നാളെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പറയും. സ്തോത്രം. 6 കാര്യം പെട്ടെന്ന് പറയാൻ പോവാം. ടോട്ടൽ 8 പോയിന്റ്സ്. സോ സ്തോത്രം. അതെ, ഒന്നാമത് ക്യാരക്ടർ, വിച്ച് ഈസ് നത്തിങ് ബട്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഇന്നർ മാൻ. അകത്തെ മനുഷ്യനെ നിർത്തുന്നത്, നിങ്ങളെ നിർത്തുന്നത് തറയല്ല, നിങ്ങളെ നിർത്തുന്നത് പണമല്ല, നിങ്ങളെ നിർത്തുന്നത് എഡ്യൂക്കേഷൻ അല്ല, നിങ്ങളെ നിർത്തുന്നത് ചെതല് പിടിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അല്ല, നിങ്ങളെ നിർത്തുന്നത് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സ്വഭാവം. ക്യാരക്ടർ ഉള്ളവന് മാത്രമേ കരിസ്മയുള്ളൂ. ക്യാരക്ടർ ഈസ് നത്തിങ് ബട്ട് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. നമ്മൾ ഓൾറെഡി കേട്ടു. ഓക്കെ, നമ്പർ 2, രണ്ടാമത്തെ പോയിന്റ്. എല്ലാവരും എഴുതിയെടുക്കണം. ഈ പോയിന്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതിയെടുക്കണം. ദ ഫുഡ് ഓഫ് ദ ഇന്നർ മാൻ. The stability of the inner man, fruit of the spirit എങ്കിൽ the food of the inner man, food of the inner man, food of the inner man. വിശക്കുന്ന എല്ലാവരും എഴുതിക്കുക. ജോസ് പാസ്റ്റർ എൻ്റെ കൂടെ വന്നിരുന്നു, സംസാരിച്ചു. പുള്ളി ഭക്ഷണം കഴിച്ചില്ല, പാവം. He's a hungry man. I said he is not an angry man, but he is a hungry man. സ്തോത്രം. Tell me, what is the food of the inner man? മട്ടൻ പുലാവ് പറ മക്കളെ. ദൈവവചനം, വേർഡ് ഓഫ് ഗോഡ് വായിക്കണം. ഇവിടെ വായിക്കാനായിട്ട് ഒരു സ്തോത്രം പുള്ളിയെ ഞാൻ ഇരുത്തിനു. പുള്ളി പോയി 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. 1 Peter chapter 2 verse 2. 1 പത്രോസ് 2:2. 1 പത്രോസ് 2:2. ഒരിക്കൽ കൂടെ 1 പത്രോസ് 2:2. 1 പത്രോസ് 2:2. നോക്കിയേ, ഇതാ വന്നു കഴിഞ്ഞു. എൻ്റെ വാക്കിന് ഇത്രയും അതോറിറ്റി ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഉണ്ടായി. സ്തോത്രം. നോക്ക്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഹല്ലേലൂയ. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. സ്തോത്രം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം, ഈ പാല് കുടിച്ചാണ് നമ്മൾ തുടങ്ങേണ്ടത്. പാല് കുടിച്ചാൽ തുടങ്ങേണ്ടത്. പക്ഷെ വളരെ ശ്രദ്ധിക്ക്, ദർ ആർ സെവറൽ പാരബിൾസ്. ഏറ്റവും കുറഞ്ഞത് 7-9 എനിക്കറിയത്തില്ല. സ്തോത്രം. ഡിഫറെൻറ്റ് പാരബിൾസ് തിരുവചനത്തെക്കുറിച്ചുണ്ട്. സ്തോത്രം. ആദ്യം കുടിക്കുന്നത് പാലാണ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ബ്രെഡാണ്. എബ്രായ ലേഖനത്തിൽ ബ്രെഡാണ്, അപ്പമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മീറ്റാണ്, കട്ടിയായ ആഹാരം. മീറ്റ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം പാലാണ്, പിന്നെ ബ്രെഡാണ്, പിന്നെ മീറ്റാണ്. അതിനർത്ഥം എന്നും സങ്കീർത്തനം മാത്രമല്ല വായിക്കേണ്ടത്. ഞാൻ കൈയൊന്നും ഉയർത്തിപ്പിക്കുന്നില്ല. സ്തോത്രം. ബൈബിൾ വായിച്ചോ ഏതാ വായിച്ചോ? 91 വെള്ളിയാഴ്ചകൾ വായിക്കുന്നത് 91. കാരണം പോരാട്ടമുള്ള ദിവസം. ഇവിടെയല്ല, നാട്ടിൽ. സ്തോത്രം. സങ്കീർത്തനം മാത്രം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സ്തോത്രം, അതെ, ആ പരിപാടി നിർത്തണം. എന്നും പാല് കുടിച്ച് മാത്രം ഇരിക്കല്ലേ. ആമേൻ. ഹല്ലേലൂയ. ഹെൽപ് മീ ഹോളി സ്പിരിറ്റ്. സ്തോത്രം. ദെൻ അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? നമ്മൾ ബ്രെഡിലേക്ക് പോകുന്നു. പിന്നെ എങ്ങോട്ട് പോകുന്നു? മീറ്റിലേക്ക് പോകുന്നു. സ്തോത്രം. പിന്നെ ദൈവവചനം എന്താണ്? അത് കാലിന് ദീപമാണ്, വെളിച്ചമാണ്. പാതയ്ക്ക് അത് കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. പിന്നെ അതുപോലെ ദൈവത്തിൻ്റെ വചനം അത് തേനാണ്, തേൻ മൊഴിയേക്കാൾ മധുരമുള്ളതാണ്. സോ ഇതുപോലെയുള്ള സെവറൽ പാരബിൾസ് ഉണ്ട്. അതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് മാത്രമേ ഞാൻ പറയട്ടെ. വചനമെന്ന മായമില്ലാത്ത പാൽ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, വചനമെന്ന മായമില്ലാത്ത പാൽ. ഒരിക്കൽ കൂടെ, വചനമെന്ന മായമില്ലാത്ത പാൽ. പാല് കുടിച്ചിട്ടുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. പാല് കുടിച്ചിട്ടുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. പാൽ കൈ ഉയർത്താതെ ഇരിക്കുന്ന ടെസ്റ്റ് ട്യൂബ് ബേബി ആയിരിക്കും. സ്തോത്രം. പാല് കുടിച്ചിട്ടുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. മക്കളെ, അങ്കിള് മധുരയെ പോയപ്പോൾ, തമിഴ്നാട്ടിലെ ഒരു പട്ടണമാണ് മധുര ചെന്നപ്പോൾ ഒരു പാസ്റ്റർ പെട്ടെന്ന് ബമ്പലായിരിക്കുന്നു. പുള്ളി ഹൊറിസോണ്ടലി അങ്ങ് വലുതായി. ഉച്ചശേഷം ആയതുകൊണ്ട് അല്പം രസത്തിൽ ഞാൻ പറയട്ടെ. യെരുശലേം, ജൂഡിയ, സമറിയ, ഭൂമിയുടെ അറ്റത്തോളം എന്ന ക്രമത്തിൽ പുള്ളി ഇങ്ങനെ
ഒരു ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പുറപ്പാടിൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ വന്നിയ പുള്ളി പണ്ട് സ്തോത്രം അത് എങ്ങനെ സ്ലിം ബ്യൂട്ടി ആയിരുന്നതാ, പക്ഷെ പുള്ളി പെട്ടെന്ന് അങ്ങ് പവമായി, പുള്ളി പെട്ടെന്ന് അങ്ങ് ഹൊറിസോണ്ടൽ എക്സ്പാൻഷനിലിരിക്കുക. ഞാൻ ചോദിച്ചു, അമേരിക്ക പോയിരുന്നോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗൾഫിൽ പോയിരുന്നു? കാരണം ഇവിടെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ ഈ വിറ്റാമിൻ ഫുഡെല്ലാം കൊടുത്ത് ദൈവദാസന്മാരുടെ ഷേപ്പ് എല്ലാം കളയിപ്പിക്കുന്നത്. കമോൺ, സ്തോത്രം. ദൈവദാസന്മാരുടെ സ്തോത്രം അത് വയറ് വേസ്റ്റ് ബോക്സ് അല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ സ്നേഹം കൊണ്ടാണ് കൊടുക്കുന്നത്. രാവിലെ ഒരു സ്തോത്രം, അതെ ഓക്കെ ഗുഡ്, നോ പ്രോബ്ലം, ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ. ഞാൻ ചോദിച്ചു എവിടെ പോയി? പുള്ളി പറഞ്ഞു ഓടാൻ പോയില്ല, ഞാൻ ഉപവാസമായിരുന്നു. എനിക്ക് മനസ്സിലായി ഉപവാസത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ ചോദിച്ചു താൻ എന്തോ കഴിച്ചു ഉപവസിച്ചു? പുള്ളി പറഞ്ഞു പാല് മാത്രം കുടിച്ചു, വെള്ളം പോലും കുടിച്ചില്ല, പാല് മാത്രം കുടിച്ചു ഉപവസിച്ചു. പാല് മാത്രം കുടിച്ചാണ് നിങ്ങൾ ഉപവസിക്കുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഉപവസിക്കാം എന്ന് ഉറങ്ങിയിരിക്കുന്നവർക്ക് ഇത് അവസാന കൽപ്പനയാകുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം മനുഷ്യന് ആവശ്യമുള്ളതായ പ്രോട്ടീനും മിനറൽസും വിറ്റാമിനും സകലം ഏതിലുണ്ട്? പാലിലുണ്ട്. സ്തോത്രം. ഇതുപോലെ പത്രോസ് അപ്പോസ്തലൻ ദൈവവചനത്തെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന സകലത ഏതിലുണ്ട്? സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. പ്രവചനം നല്ലത്, ദർശനം നല്ലത്, രോഗശാന്തി ആവശ്യം, സ്ലെയിൻ ദ സ്പിരിറ്റ് ഏറ്റവും ബെറ്റർ, എല്ലാം നല്ലതാണ്, ചന്തോ ഉചിതമായി നിൽക്കട്ടെ. പക്ഷേ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആ പുറത്ത് നിൽക്കുന്ന മരം കണ്ടല്ലോ. പുറത്ത് നിൽക്കുന്ന മരം കണ്ടവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. പുറത്ത് ഏതെങ്കിലും മരം കണ്ടിട്ടുള്ളവർ കരങ്ങൾ. എവിടെ ഒരു മരവും ഇല്ലയോ കർത്താവേ, സ്തോത്രം പറഞ്ഞും പോയി. അതെ, എമിറേറ്റ്സിൽ എവിടെയെങ്കിലും മരം നിൽക്കുന്നത് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, അപ്പം എവിടെ യെസ്, രക്ഷപ്പെട്ടു. സ്തോത്രം. അതെ, ആ മണ്ണിൽ നിൽക്കുന്ന മരം വളരുന്ന പോലെ, മണ്ണിൽ നിൽക്കുന്ന മരം വളരുന്നത് പോലെ വചനത്തിൽ നിൽക്കുന്ന വിശ്വാസി വളരും. That's all. വചനത്തിൽ നിൽക്കുന്നവന് മാത്രമേ വളരത്തുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. നീ ആത്മീയമായി വളരുവാൻ സ്തോത്രം നീ നിൽക്കേണ്ടത് അനുഭവങ്ങളല്ല നിൽക്കേണ്ടത്, വചനത്തിനാണ് നിൽക്കേണ്ടത്. പണ്ടൊരു ആൻറ്റി ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, എടാ മോനെ ഇന്ന് വൈകിട്ട് അത് മീറ്റിങ്ങിന് നീ ആഭരണത്തിനെതിരെ പ്രസംഗിക്കണം. അതെന്നെ ആൻറ്റി ആഭരണത്തിനെതിരെ പ്രസംഗം? അത് പണ്ട് ഞാൻ കൈയടിച്ച് ഇങ്ങനെ ആരാധിച്ചിട്ടിരുന്നപ്പോൾ എൻ്റെ മാല പൊട്ടിത്തെറിച്ചു. എൻ്റെ മാല പൊട്ടിയത് കൊണ്ട് നാട്ടിലുള്ള എല്ലാവരുടെയും മാല പൊട്ടണം. ഞാൻ എൻ്റെ ഉണ്ട കണ്ണുകൊണ്ട് ആൻറ്റിയെ തുറച്ചു നോക്കി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ആൻറ്റി അനുഭവമല്ല പ്രസംഗിക്കേണ്ട, കാരണം സക്കായി കാട്ടത്തിമേൽ കയറി യേശുവിനെ കണ്ടു. സക്കായി കാട്ടത്തിമേൽ കയറി യേശുവിനെ കണ്ടതുകൊണ്ട് സക്കായി, സ്തോത്രം, അതെ, സക്കായി സഭയിൽ വന്നിട്ട് പറയുകയാണ്, പിന്നെ ജോർജ് പാസ്റ്റർ ചർച്ചിൽ വരേണ്ട കാര്യമല്ലേ കേട്ടോ, നിൻ്റെ വീടിൻ്റെ മുമ്പിൽ കാട്ടത്തി വളർത്തിയിട്ട് അതിൻ്റെ മേളിൽ കയറിയിരിക്കണം. ആര് വരും? യേശു വരും. കാരണം പുള്ളിയുടെ അനുഭവം കാട്ടത്തിയിൽ കയറിയാൽ യേശുവിനെ കാണാം. അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു ഉപദേശി വരും. മറ്റൊരു ഉപദേശി വന്നിട്ട് പറയും, കഴിഞ്ഞ ആഴ്ച കേട്ടത് ഉപദേശ പിശകാകുന്നു, ഞാൻ പറയുവാൻ പോകുന്നതാണ് കറക്റ്റ്. യേശുവിനെ കാണണമോ? മരത്തിൽ നിന്ന് താഴെ ഇറങ്ങണം, മീൻ പിടിക്കാൻ പോകണം. എൻ്റെ പേര് പത്രോസ് ആകുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് യേശുവിനെ കണ്ടത്. മീൻ പിടിക്കാൻ പോയിട്ട് പിടിച്ചതൊന്നും വെള്ളത്തിലിട്ടിട്ട് ഇവിടെ ചിലർ ഇങ്ങനെ ഉറങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്നത് പോലെ അപ്സെറ്റായി എങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം കർത്താവ് യേശു വരും. അപ്പം മീൻ പിടിക്കാൻ പോയ യേശുവിനെ കാണാം. മൂന്നാമത്തെ ആഴ്ച മറ്റൊരു ഉപദേശം വന്നിട്ട് പറയും, യോമാരെല്ലാം ഭൂമിയിൽ നിന്നാണ് ഈ അനുഭവങ്ങൾ പ്രാപിച്ചത്. എൻ്റെ അനുഭവം മൂന്നാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ട അനുഭവമാണ്. പൗലൂസ് എന്നാണ് എൻ്റെ പേര്. സ്തോത്രം. അതേ, ഷാർജയിൽ നിന്നാലും കേരളത്തിൽ നിന്നാലും അനുഭവം പ്രാപിക്കാൻ പറ്റത്തില്ല. യേശുവിനെ കാണണമോ? നേരെ ദമസ്കോസിലേക്ക് പോകണം. അതും പ്ലെയിനിൽ പോലെ കുതിരപ്പുറത്ത് പോകണം. ദമസ്കോസിൻ്റെ പടിവാതിലെടുക്കുമ്പോൾ അടി വരും. നിലത്ത് വീണോളം സിസ്റ്ററെ, നിലത്ത് വീണോളം ബ്രദറെ, പിടിച്ച് നിൽക്കല്ലേ, അങ്ങ് വീണോളം. നിലത്ത് വീഴുമ്പോൾ നിനക്ക് യേശുവിനെ കാണാം. പക്ഷെ ഞാൻ ബാലൻസ് ചെയ്ത് പറയട്ടെ, സക്കായിക്ക് സക്കായിയുടെ അനുഭവമുണ്ട്, പത്രോസിൻ്റെ അനുഭവമുണ്ട്, പൗലൂസിൻ്റെ അനുഭവമുണ്ട്, നിനക്ക് നിൻ്റെ അനുഭവമുണ്ട്, എനിക്ക് എൻ്റെ അനുഭവമുണ്ട്. അനുഭവം പ്രസംഗിക്കുന്നത് കൊണ്ടല്ല വിടുതൽ നടക്കുന്നത്, വചനം പ്രസംഗിക്കുന്നത് കൊണ്ടത്രേ വിടുതൽ നടക്കുന്നത്. കാരണം സ്തോത്രം, ഇന്ന് ജനത്തിന് വചനം വേണ്ട. അയ്യേ, വചനം പറയുന്ന ദൈവദാസൻ, അയ്യോ വേണ്ട. ഒരു പ്രവാചകനായിരുന്നെങ്കിൽ സ്തോത്രം, വചനം വേണ്ട ജനത്തിന്. ആരാണ് വചനം? സ്തോത്രം. തിരുവചനം പറയുന്നത് യേശുവാണ് വചനം. സ്വർഗത്തിൽ അവൻ്റെ പേര് ദൈവത്തിൻ്റെ വചനം. വെളിപ്പാട് 19:13. സ്തോത്രം. അതെ, സ്വർഗത്തിൽ അവൻ്റെ പേര്, ഞാൻ പറഞ്ഞത് തെറ്റിക്കാണും. സ്തോത്രം. 19:10. വെളിപ്പാട് 19:10. ആരെങ്കിലും ഒന്ന് വായിക്കുക. സ്തോത്രം. Revelation chapter 19.
13 യെസ്, വെളിപ്പാട് 19:13 വായിക്കുന്ന, അവൻ രക്തം തളിച്ചിരിക്കുന്ന ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ. സ്തോത്രം. രക്തം തളിച്ച ഉടുപ്പ് അവൻ ധരിച്ചിരിക്കുന്നു. That's concern about Lord Jesus. സ്തോത്രം. സ്വർഗത്തിലിരിക്കുകയാണ്, അവൻ്റെ പേര് ദൈവവചനം. His name is word of God. മക്കളെ നോക്കണം, സ്വർഗത്തിൽ അവൻ്റെ പേര് ദൈവവചനം, ഭൂമിയിൽ അവൻ്റെ പേരെന്തുവാ? ഇറങ്ങി വന്ന മാലാഖ ഗബ്രിയേൽ ഇപ്രകാരം പറഞ്ഞു, അവന് യേശു എന്ന് പേരിടണം. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. സ്വർഗത്തിൽ അവൻ്റെ പേര് വചനം, ഭൂമിയിൽ അവൻ്റെ പേര് യേശു. സ്വർഗത്തിൽ വചനം, ഭൂമിയിൽ യേശു. വചനം, യേശു. അപ്പോൾ വചനത്തെ ഇഷ്ടപ്പെടുന്നവർ യേശുവിനെ ഇഷ്ടപ്പെടുന്നു, വചനത്തെ മാനിക്കുന്നവർ യേശുവിനെ മാനിക്കുന്നു, വചനത്തെ സ്തോത്രം ആഗ്രഹിക്കുന്നവർ യേശുവിനെ ആഗ്രഹിക്കുന്നു, വചനത്തിൽ നിന്ന് കേൾപ്പാൻ ആഗ്രഹിക്കുന്നവർ യേശുവിൽ നിന്ന് കേൾപ്പാൻ ആഗ്രഹിക്കുന്നു. സഭ നിൽക്കേണ്ടത് കൃപാവരങ്ങളിലല്ല, സഭ നിൽക്കേണ്ടത് ദർശനങ്ങളിലും സ്വപ്നത്തിലും പ്രവചനത്തിലും അല്ല. സഭ നിൽക്കേണ്ടത് സ്തോത്രം രോഗശാന്തിയിലും അനുഭവത്തിലുമല്ല. നീ വളരണമെങ്കിൽ, നീ ഉടയാതിരിക്കണമെങ്കിൽ, ദൈവകൃപകൾ ഓരോ ദിവസം നിനക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനമത്രേ. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതായ വചനം കൊണ്ട് ജീവിക്കുന്നു. വചനമാണ് ദൈവം എന്ന് പറയുന്ന വചനമാണ്. സ്തോത്രം. ദൈവവചനം വളരെ പ്രധാനപ്പെട്ട കാര്യം അത്രേ. ഏറ്റവും കൂടുതൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരായി കണ്ടിട്ടുള്ളതായ സ്തോത്രം ജനമാണ് ആത്മാവിലും സത്യത്തിൽ ആരാധിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ജനം. യെസ്. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു കൂട്ടരാണ് യഹൂദന്മാരുടെ നടുവിൽ ശുശ്രൂഷിപ്പാൻ പല പ്രാവശ്യം ദൈവമായ കർത്താവ് എനിക്ക് അവസരം തന്നു. കഴിഞ്ഞ 2 മാസം മുമ്പ് ടൊറോണ്ടോയിൽ ഉക്രൈൻ, റഷ്യൻ, പഴയ USSRൽ നിന്ന് സ്തോത്രം കാനഡ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം 350 യഹൂദന്മാരുടെ ഒരു മീറ്റിങ്ങിന് ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി 3 ദിവസം. സ്തോത്രം. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ അവരുടെ ജീവിതശൈലിയും അല്ലെങ്കിൽ അവരുടെ ആരാധനാ രീതികളൊക്കെ അറിയാം. പ്രോബ്ലി ഒരു 3 വർഷം മുമ്പ് സ്തോത്രം ന്യൂയോർക്കിൽ ബ്രൂക്ലിൻ എന്നറിയപ്പെടുന്നതായ സ്ഥലത്ത് അവിടെ ഒരു കോൺഫറൻസ് പ്രസംഗിക്കാൻ പോയി. അപ്പോൾ യഹൂദന്മാരെക്കുറിച്ച് കൂടുതൽ അറിവാനായി ഞാനങ്ങ് എക്സൈറ്റഡായി. പഴയ നിയമത്തിലെ സ്തോത്രം വാക്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ബുദ്ധിയിൽ സ്തോത്രം തീരുമാനിച്ചിരിക്കുക. അപ്പോഴേക്കും എൻ്റെ വേറൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, അവൻ നിന്നെക്കാൾ അന്യഭാഷ പറയുന്നവരാണ്, നിന്നെക്കാൾ യേശുവിനെ സ്നേഹിക്കുന്നവരാണ്, അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അല്ല നീ പ്രസംഗിക്കേണ്ടത്. സ്തോത്രം. സോ യു ക്യാൻ പ്രീച്ച് എനിവേർ ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ്. അവരൊരിക്കലും അങ്ങനെ കൺസർവേറ്റീവ് ജ്യൂസ് അല്ല. സ്തോത്രം. അവരടുത്ത് ഞാൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഓക്കെ, നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഹോട്ടലിലല്ല ബുക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ സ്തോത്രം ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. സാധാരണ മലയാളികളുടെ നടുവിൽ വരുമ്പോൾ ഐ പ്രിഫർ ഹോട്ടൽ. റിയലി ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. സ്തോത്രം. കാരണം നമ്മുടെ ഓക്കെ അത് പിന്നെ പറയാം. സ്തോത്രം. പക്ഷേ അതുകൊണ്ട് ഇവരുടെ ജീവിതശൈലി എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് ആ പാസ്റ്റർ ഐസയ, നല്ല വലിയൊരു വീട്, ആ വീടിൽ അദ്ദേഹത്തിന് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. സോ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനങ്ങളുടെ വിഷയം. ആ ദൈവവചനത്തിനെ കുറിച്ച് ഞാനിങ്ങനെ പറയട്ടെ. 100 കണക്കിന് കാര്യം താൻ പറഞ്ഞു. അല്ലെ, ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പറയുന്നത്, ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ, ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ അവൾ ആദ്യം ചെയ്യുന്നത്, അവൾ ഏറ്റവും കൂടുതൽ വചനം അങ്ങ് വായിക്കാൻ തുടങ്ങും. ഇവിടെ അമ്മമാരില്ലയോ കർത്താവേ? ഒരമ്മ ഏറ്റവും കൂടുതൽ വചനം വായിക്കാൻ തുടങ്ങും, അതും ഉച്ചത്തിൽ. മാത്രമല്ല, ജൂയിഷ് കൾച്ചർ അനുസരിച്ച് ആ ഭർത്താവ് സ്തോത്രം ഭാര്യയുടെ മുൻപിൽ വചനം ഇങ്ങനെ വായിക്കുകയാണ്. അത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല വായിക്കുന്നേ, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് അയാൾ വായിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ അകത്തെ കിടക്കുന്ന ഭ്രൂണം മെഡിക്കൽ സയൻസ് തെളിയിച്ചിട്ടുണ്ട്, ആ ഭ്രൂണത്തിന് കേൾപ്പാൻ കഴിവുണ്ട്. സ്തോത്രം. സോ ആ കുഞ്ഞിങ്ങനെ അമ്മയുടെ ഗർഭത്തിൽ വളരുമ്പോൾ വചനം കേട്ട് അവൻ ട്രഡീഷണൽ ജ്യൂസ് ആണെങ്കിലും, അല്ലെങ്കിൽ മെസ്സിയാനിക് ജ്യൂസ് അല്ല, യേശുവിനെ അംഗീകരിക്കാത്തതായ നോമിനൽ ജ്യൂസ് ആണെങ്കിൽ പോലും ഓൾഡ് ടെസ്റ്റ്മെന്റ് അവർ വായിക്കുന്നത്. മറന്നുപോകല്ലേ, ഓൾഡ് ടെസ്റ്റ്മെന്റും ദൈവവചനമാണ്. അല്ലാതെ തിരുവനന്തപുരംകാരെ ഏതോ ഗ്രേസ് പ്രീച്ചർ പറഞ്ഞതുപോലെ അതിന് കീറിക്കളയേണ്ടതല്ല. അത് കാരണം അവൻ്റെ കുടുംബക്കാരനല്ല എഴുതി ഉണ്ടാക്കിയത്, സർവശക്തനായ ദൈവം മാത്രമേ എഴുതി ഉണ്ടാക്കിയത്. പിന്നെ പഴയ നിയമത്തെക്കാൾ നല്ല നിയമമാണ് പുതിയ നിയമം. അത് അപ്പച്ചൻ്റെ ഒരു തമാശ, ആരംഭത്തിൽ എളുപ്പമായതും അന്ത്യത്തിൽ ഏറ്റവും ലഹരി പിടിച്ചത് നൽകുന്നത്. യേശു കർത്താവ് വന്നിട്ട് പോലെ ന്യായപ്രമാണം നീക്കില്ല. പിന്നെയാണ് ഇന്നത്തെ സ്തോത്രം കയ്യിൽ പിടിക്കാൻ ഇറങ്ങുന്ന ചില ചെറുക്കൻ പ്രീച്ചേഴ്സ് ഇറങ്ങിയിട്ട് സ്തോത്രം പഴയ നിയമം വേണ്ടെന്ന് പറയുന്നത്. കേട്ടവർ മാത്രം ആമേൻ പറ. സോ ദാറ്റ് ഈസ് ഓൾസോ ദ വേർഡ് ഓഫ് ഗോഡ്. സോ വാട്ട് ഹാപ്പൻ? സ്തോത്രം. അതുകൊണ്ട് പഴയ നിയമം ഈ വചനം കേട്ടാണ് ഈ കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ വളരുന്നത്. ഇനി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 2 പെൺകുട്ടികളെ ഞാൻ വളർത്തിയതാണ്. കുഞ്ഞ് ജനിച്ചാൽ കണ്ടം പൂച്ച വരുന്നു, കുഞ്ഞ് പാല് കുടിച്ച്, നമ്മളങ്ങനെയൊക്കെ പിള്ളേരെ വളർത്തുന്നത്. കണ്ടം പൂച്ച, കാക്ക വരുന്നു, പൂച്ച വരുന്നു.
സ്തോത്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിള്ളേരെ വളർത്തുന്നത്. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഹാരി പോട്ടർ പറഞ്ഞായിരിക്കും പിള്ളേരെ വളർത്തുന്നത്. അതുകൊണ്ടാണ് അർദ്ധരാത്രിയാകുമ്പോൾ എന്നെ കുത്തിയേ, ഭൂതം എന്നെ ഓടിച്ചേ എന്ന് പറഞ്ഞ് പിള്ളേർ കിട. കാരണം സ്തോത്രം എന്ത് തിന്നുന്നു അതാണ് പുറത്തു വരുന്നത്. ഹാരി പോട്ടർ വീട്ടിലുള്ള എല്ലാവരും കൈയുയർത്ത, മക്കളെ ഒന്നും പറയത്തില്ല. ഹാരി പോട്ടർ വീട്ടിലുള്ള എല്ലാവരും കൈയുയർത്തിക്ക്. ഹാരി പോട്ടർ ഹാരി പോട്ടർ ഹാരി പോട്ടർ വായിച്ചിട്ടുള്ള കൈയുയർത്തിക്ക്. ഒന്നും പറയത്തില്ല. ഹാരി പോട്ടർ റിയലി റിയലി ഒന്ന് സ്തോത്രം. ഹാരി പോട്ടർ വായിച്ചിട്ടുള്ള ഇനിയുണ്ട് 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 ഇനിയുണ്ട്. ഹാരി പോട്ടർ വായിച്ച എല്ലാം കൈയുയർത്തിക്കുക. കൈ താഴ്ത്തിയിടല്ലേ സ്നാനപ്പെടാൻ കൈയുയർത്തുന്നത് പോലെ. യെസ് സ്തോത്രം. ഇനിയുണ്ട് ഹാരി പോട്ടർ. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത് ഡീമണിക്കാണ്, പിശാചിന്റെ ലവ് ലെറ്റർ ആണ്. സ്റ്റോപ്പ് ഇറ്റ്. ഹാരി പോട്ടർ വായിച്ച പിള്ളേരുടെ ഭൂതം കയറിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ അപ്പനും അമ്മയും ഇല്ലാതിരുന്നപ്പോൾ ഒറ്റയ്ക്കിരുന്ന സ്റ്റാർ മൂവീസിൽ ഹൊറർ മൂവി കണ്ട് ഒരു ചെറുക്കലിൽ ഭൂതം കയറിയത് ഞാൻ പുറത്താക്കിയിട്ടുണ്ട്. കേട്ടോളാം. ബി കെയർഫുൾ. നീ എന്ത് വാച്ച് ചെയ്യുന്നു, നീ എന്ത് കേൾക്കുന്നു. ശ്രീലങ്കയിൽ കേട്ടിട്ടുണ്ട് ഒരു ചെറുക്കൻ സ്തോത്രം വീട്ടിൽ അപ്പനും അമ്മയും ഇല്ലാതിരുന്നപ്പോൾ പാട്ട് കേൾക്കുക. നല്ല എന്തോ റാപ്പ് അതിൽ കേൾക്കുക. കിൽ യുവർ ഫാദർ, കിൽ യുവർ മദർ, കിൽ യുവർ ഫാദർ, കിൽ യുവർ മദർ. ഒരുത്തൻ പാടുകയല്ല, ഒരുത്തൻ നിലവിളിക്കുക. ആ കൊലപാതക ആത്മാവിൽ കയറി. അപ്പനും അമ്മയും വന്നപ്പോ സ്തോത്രം അതേ ആളിൽ തൂക്കിയിരുന്ന പിസ്റ്റൾ എടുത്ത് വെച്ച് ഠിഷും ഠിഷും. അപ്പനും അമ്മയും ഹത്തം ഹോകിയ, മരിച്ചു. ബോധം നഷ്ടപ്പെട്ടു. ബോധം നഷ്ടപ്പെട്ടവനായിട്ടാണ് ഈ ഷൂട്ട് ചെയ്തത്. ആ പാട്ട് കേട്ടപ്പോ ബോധം പോയി. അപ്പനെ അമ്മയും കൊന്നു. 4 മണിക്കൂർ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ബോധം വന്നപ്പോ പപ്പായെ കാണണം, മമ്മിയെ കാണണം. എടാ സ്തോത്രം, മന്ദബുദ്ധി, നീ അപ്പനെ അമ്മയും കൊന്നു. ബി കെയർഫുൾ. എന്താ നീ കാണുന്നത്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ നിന്റെ TV-യിൽ ഇടി വീഴാൻ. ഹേ പെന്തിക്കോസേ, നീയാണോ ദൈവം ഇതില് 24 മണിക്കൂറും TV കാണുന്നവൻ? അപ്പം എപ്പോൾ പോവും, അമ്മ എപ്പോൾ പോവും? ഞാൻ ഒരു കണ്ടെയ്നർ ബുക്ക് ചെയ്യാൻ പോയി. എനിക്ക് കുറച്ച് എലിപ്പത്തായം വേണം. മക്കൾക്ക് അറിയാം എലിപ്പത്തായം? എലിയെ പിടിക്കേണ്ട ഒരു സൂത്രടാ. എലിയെ, റാറ്റ് റാറ്റ് റാറ്റ്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. കാണല്. നിനക്കാവശ്യം ദൈവവചനം, നിനക്കാവശ്യം ദൈവവചനം. യഹൂദൻ സ്തോത്രം പിള്ളേരെ വളർത്തുമ്പോൾ കാക്ക വരുന്നു, പൂച്ച വരുന്നു. നോ, തെന്നാലി രാമൻ സ്റ്റോറി. നോ, അതൊന്നും കേട്ടല്ല യഹൂദൻ്റെ സന്തതി വളരുന്നത്. അവർ കേൾക്കുന്നത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസെഫ്. ദൈവവചനമാണ് കേൾക്കുന്നത്. നിങ്ങൾക്കറിയാം, ബിലീമി ഓൾഡ് ടെസ്റ്റ്മെന്റ് മിക്കവാറും 12 വയസ്സാകുമ്പോൾ യഹൂദൻ്റെ സന്തതിക്ക് ബൈ ഹാർട്ടായിരിക്കും. നിങ്ങൾ സ്തോത്രം പറയുന്നില്ലേ? ഞാൻ പോവാ ജോർജ് പാസ്റ്ററെ. സ്തോത്രം. അതെ, നോക്കിയേ, 12 വയസ്സാകുമ്പോൾ യഹൂദന്റെ കുഞ്ഞുങ്ങൾക്ക്, വെദർ ഇറ്റ് ഈസ് ബോയ്സ് ഓർ ഗേൾസ്, 12 വയസ്സാകുമ്പോൾ അവർക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ ബൈ ഹാർട്ടായിരിക്കും. ഓൾമോസ്റ്റ് ബൈ ഹാർട്ടായിരിക്കും. ഓൾമോസ്റ്റ്. നിങ്ങൾ പോയൊരു ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ഒരു വാക്യം ഒരു ജൂനോട് പറഞ്ഞൊക്കെ ബാക്കി അവൻ ഇങ്ങോട്ട് പറഞ്ഞു തരും. കാരണം അവൻ വളരുന്നത്. ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി. അല്ല, ദൈവവചനത്തിൽ അവൻ വളരുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം എന്ത്? ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ, ഈ വചനം പറയുമ്പോൾ, ഇന്ന് ലോകത്തിലെ ബെസ്റ്റ് ഡോക്ടേഴ്സ് ജ്യൂസ് ആണ്, ബെസ്റ്റ് ബിസിനസ്മാൻ ജ്യൂസ് ആണ്, ലോകത്തിൻ്റെ ബെസ്റ്റ് സ്തോത്രം അഡ്വക്കേറ്റ്സ് ജ്യൂസ് ആണ്, ഏറ്റവും ബെസ്റ്റ് സയന്റിസ്റ്റ് ജ്യൂസ് ആണ്. ഗിന്നസ് വേൾഡ് ബുക്ക് റെക്കോർഡല്ല, വേറൊരു റെക്കോർഡുണ്ടല്ലോ, വേറൊരു നോബൽ പ്രൈസ്. 85% നോബൽ പ്രൈസ് വിന്നേഴ്സ് ജ്യൂസ് ആണ്. കാരണം അവൻ്റെ അടിസ്ഥാനം കപ്പയും മീൻകറിയുമല്ല, അവൻ്റെ അടിസ്ഥാനം ദൈവവചനമാണ്. സ്തോത്രം, ദൈവവചനം. ന്യൂയോർക്കിൽ ഞാനായിരിക്കുമ്പോൾ പാസ്റ്റർ ഐസയ, അയാളെ കൂടെയാണ് ഞാൻ താമസിച്ചത്. പാസ്റ്റർ ഐസയ എന്നെ ഉച്ചയ്ക്ക് നല്ലൊരു സെഷൻ കഴിഞ്ഞിട്ട് സ്തോത്രം അതെ സ്റ്റേക്ക് വേണമെന്ന് പറഞ്ഞ പുള്ളി കൊണ്ടുപോയി. സ്തോത്രം. അങ്ങനെ മുന്നോട്ട് റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്തോത്രം അതെ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ തിരിയുമ്പോൾ പറഞ്ഞു, ബ്രദർ ഈ സ്ട്രീറ്റിൻ്റെ പേര് നോക്കിക്കൊള്ളണം, ഈ സ്ട്രീറ്റിൻ്റെ പേര് നോക്കണേ. ഞാൻ നോക്കുമ്പോഴേക്കും നോബൽ സ്ട്രീറ്റ്. പെന്നിലേക്ക് ആ സ്ട്രീറ്റിലൂടെ വണ്ടി തിരിഞ്ഞു. ഇടതും വലതും ഭയങ്കര വീടുകളാണ്, $1 million ഹൗസസ്. ആ വീട്ടിൽ ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, അതുപോലെ ടെന്നീസ് കോർട്ടുണ്ട്, ഭയങ്കര ബെഡ്റൂംസ്, ഭയങ്കര ബംഗ്ലോവ്സ് ആണ് ഇടതും വലതും. എന്നിട്ട് ആ സ്ട്രീറ്റിൻ്റെ പേരാണ് നോബൽ സ്ട്രീറ്റ്. ആ യഹൂദനായ ലേവ്യ ഗോത്രക്കാരൻ എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത്, ബ്രദറെ സ്തോത്രം, നോബൽ പ്രൈസ് വിന്നേഴ്സാണ് ഈ സ്ട്രീറ്റ് മുഴുവൻ താമസിക്കുന്നത്. നോബൽ പ്രൈസ് വിന്നേഴ്സാണ് ഈ സ്ട്രീറ്റിൽ മുഴുവൻ താമസിക്കുന്നത്. ഒറ്റ അറബി പോലും ഇല്ല, ഒറ്റ ഇന്ത്യക്കാരനും ഇല്ല, മുഴുവൻ യഹൂദനാണ്. തലക്കനത്തോടെ അയാൾ പറഞ്ഞു.
എല്ലാവരും യഹൂദനാണ്. യേശുവിൻ്റെ നാമത്തിൽ കേരളത്തിൻ്റെ മണ്ണിൻ്റെ ശാപം പൊട്ടി, ഇന്ത്യൻ ശാപം പൊട്ടി. സ്തോത്രം. വിണ്ണിൻ്റെ ശാപം സ്തോത്രം വെളിപ്പെടാൻ. മറ്റേ പാസ്റ്റ് അടുത്ത് പോയി, ഇതാ ഇവിടെ അല്പം താരണുണ്ട്, ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നല്ല നീ പറയേണ്ടത്. നീ ബൈബിൾ എടുക്കണം, നീ മുട്ടുമടക്കണം. വാക്യം വാക്യമായിട്ടല്ല, അധ്യായം അധ്യായമായി, പുസ്തകം പുസ്തകമായി സ്തോത്രം ദൈവകൃപയിൽ നീ വായിക്കണം. നീ ബൈബിൾ എടുക്കണം. അല്ല വല്ലോനും അല്ല വായിക്കേണ്ടത്, വല്ലോനും അല്ല പ്രസംഗിക്കേണ്ടത്. സ്പിരിച്വൽ പിക്നിക്കിന് നീ പോകുമ്പോഴല്ല നിന്റെ ശാപം പൊട്ടുന്നത്. നീ ദൈവത്തോട് അടുക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ, നീ വേദപുസ്തകം വായിക്കുമ്പോൾ, നീ വചനം ധ്യാനിക്കുമ്പോൾ, നീ വചനം ചിന്തിക്കുമ്പോൾ, നീ വചനം പറയുമ്പോൾ. കമോൺ, നന്നായി കരങ്ങൾ അടിച്ച ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്. കൈയടിക്കുന്ന നേരെ കരങ്ങൾ അടിച്ച് പ്ലീസ്. സോ ദ വേർഡ് ഓഫ് ഗോഡ്. ഹേ മക്കളെ, യേശുവിൻ്റെ നാമത്തിൽ ഈ തലമുറ ദൈവ വചനത്തിൻ്റെ തലമുറയാകട്ടെ. ഇന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് അനേകർ പറയും പരിശുദ്ധാത്മാ പറയുന്നു, പരിശുദ്ധാത്മാ പറയുന്നു, പരിശുദ്ധാത്മാ പറയുന്നു, പരിശുദ്ധാത്മാ പറയുന്നു. നീ സ്തോത്രം തൂത്തുക്കുടി വഴി അതേ ആഫ്രിക്ക പോകും, പിന്നെ ആഫ്രിക്കയിൽ നിന്ന് അവിടെ നിന്ന് നീ അമേരിക്കയിലേക്ക് പോൾ വാൾട്ട് ചാടും എന്ന് ആത്മാവ് പറയുന്നു, ആത്മാവ് പറയുന്നു. പക്ഷേ യേശു കർത്താവ് ആത്മാവ് പറയുന്നു എന്നല്ല പറയും. ഏറ്റവും വലിയ അഭിഷേകം ഉണ്ടായിരുന്നവൻ ആത്മാവ് പറയുന്നു എന്നല്ല പറഞ്ഞ് വചനം പറയുന്നു, വചനം പറയുന്നു, വചനം പറയുന്നു. So I like that. I like Jesus style. I like Jesus style. I like Jesus style. അല്ല നിന്റെ സൂപ്പർ സ്റ്റാർ പ്രൈച്ചറെ അല്ല എനിക്കിഷ്ടം. എനിക്ക് യേശുവിനെ, വിശ്വാസത്തെ നായകനും പൂർത്തി വെത്തുക. എനിക്ക് എൻ്റെ യേശുവിനെയാണ് ഇഷ്ടം. Come on, hallelujah. വചനത്തിൽ ഉറക്കുക. എനിക്ക് നല്ലൊരു മമ്മിയുണ്ട്, പോലീസ് സ്റ്റേഷൻ മമ്മി. 8ാം ക്ലാസ്സിൽ എൻ്റെ മമ്മി ക്ലാസ് ടീച്ചറായിരുന്നു. എൻ്റെ തമ്പുരാനെ, സഭാ മഹോപദ്രവത്തിലൂടെ പോകുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിരുന്നു അത്. മമ്മി ക്ലാസ് ടീച്ചറായാലും എങ്ങനെ ഇരിക്കും? നാട്ടിൽ കിടക്കുന്ന മുഴുവൻ പിള്ളേരും തെറ്റ് കാണിക്കുന്നതിന് തല്ല് കിട്ടുന്നത് എനിക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. എൻ്റെ മമ്മിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു വാക്യം വിത്ത് റെഫറൻസ് കാണാതെ പറയണമായിരുന്നു. രാത്രി ഭക്ഷണം സുരേഷിന് കിട്ടണമെങ്കിൽ ഒരു വാക്യം വിത്ത് റെഫറൻസ് കാണാതെ പറയണമായിരുന്നു. ഉറങ്ങിയിരുന്ന ഏതോ മമ്മി കണ്ണു തുറന്നു. രാത്രി ഭക്ഷണം കഴിക്കണമെങ്കിൽ തരണമെങ്കിൽ ഒരു വാക്യം സ്തോത്രം അതേ കാണാതെ പറയണമായിരുന്നു. മമ്മിക്ക് വേറെ 2 പിള്ളേരൊന്നും മമ്മി ആ റൂൾസ് മാറ്റി അതിനെ ആ പിള്ളേരെ അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ നമ്മളിവിടെ എത്തി യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ ബ്രദറും സിസ്റ്ററും കേൾക്കല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. സോ ദൈവവചനം ആണ് നിനക്ക് ഇമ്പോർട്ടൻറ്റ്. ദൈവവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ ബൈബിൾ 2ാം നൂറ്റാണ്ടിൽ കയ്യെഴുത്ത് പ്രതിയായി എഴുതുമ്പോഴുണ്ടല്ലോ, അതിങ്ങനെ എഴുതി വരികയാണ്. ദൈവം, യാഹ്, യഹോവ, സർവശക്തൻ എന്ന പദമാണ് അടുത്തെഴുതേണ്ടതെങ്കിൽ ആ ഇരുന്നെഴുതുന്നവൻ, നിങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാ, ആ ഇരുന്നെഴുതുന്നവൻ പെട്ടെന്ന് എഴുന്നേൽക്കും, പുറത്തു പോകും. അവൻ കൈയും സ്തോത്രം മുഖവും അതേ കാൽമുട്ടിന് താഴെയും കൈമുട്ടിന് താഴെയും യഹൂദ ആചാരപ്രകാരം അവൻ കഴുകും. അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിൻ്റെ കൾച്ചർ അനുസരിച്ച് അവൻ കഴുകും. കഴുകിയിട്ട് ആ മഷി, ആ പഴയ മഷി അവൻ ചോർത്തിക്കളയും. ചോർത്തിക്കളഞ്ഞിട്ട് പുതിയ മഷി എടുത്തിട്ട് മാത്രമേ യഹോവ എന്നെഴുതത്തുള്ളൂ. എന്തോ മനസ്സിലായി? അത്രയ്ക്ക് ദൈവവചനത്തെ അവർ മാനിച്ച്. ഈ പുസ്തകത്തെ മാനിച്ചാലേ ഇത് നിന്നെ മാനിക്കണം. ദേവദാസന്മാർ പറയും, ഇതിനെ നീ ചുമക്കുമ്പോൾ ഇത് നിന്നെ ചുമക്കുക, ഇതിനെ നീ ഉയർത്തുമ്പോൾ ദൈവം നിന്നെ ഉയർത്ത. യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് I encourage you children, by heart the word of God. By heart the word of God. Read the word of God as much as possible. ഞാൻ ഈവനിങ് നിങ്ങൾ ക്വസ്റ്റ്യൻ അവേഴ്സിന് വേണ്ടി ഞാൻ വന്നപ്പോൾ ഞങ്ങൾ അല്പം നേരത്തെ എത്തി. സ്തോത്രം. ആ സൈഡിൽ ഞാൻ ഇരുന്നു. എഫേസ് ലേഖനം മുഴുവൻ വായിച്ച ഒറ്റ ഇരിപ്പിനിരുന്ന് എഫേസ് ലേഖനം മുഴുവൻ വായിച്ച് തീർത്തിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് മീറ്റിങ്ങിന് കയറിയത്. 6 അധ്യായമേ ഉള്ളൂ. എല്ലാം കൂടെ എടുത്തപ്പോൾ 18 മിനിറ്റേ എടുത്തുള്ളൂ വായിക്കാൻ. മത്തായി സുവിശേഷം മുഴുവൻ വായിക്കാൻ സ്തോത്രം. മത്തായി സുവിശേഷം മുഴുവൻ വായിക്കാൻ 2 മണിക്കൂർ 20 മിനിറ്റാണ് എടുക്കുന്നത് മത്തായി സുവിശേഷം. മർക്കോസ് വിശേഷമാണ് ഏറ്റവും ഷോർട്ടസ്റ്റ്, 1 മണിക്കൂർ 50 മിനിറ്റേ എടുക്കത്തുള്ളൂ. ലൂക്കോസ് വിശേഷം 2.5 മണിക്കൂർ എടുക്കും. ഏറ്റവും ലോങ്ങസ്റ്റ് യോഹന്നാൻ സുവിശേഷം 3 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വായിച്ചു തീർപ്പാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ഏറ്റെടുക്കണം. ഒരു പുസ്തകം തുടങ്ങിയോ അത് നിർത്തണം.
രണ്ട് കാര്യമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, മറ്റൊന്ന് ദൈവവചനം വായിക്കുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, ദൈവവചനം വായിക്കുന്നു. ദൈവവചനം വായിക്കുന്ന നിങ്ങൾ ഒത്തിരി പേര് അന്യഭാഷയിൽ വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്നവരാണ്. ഗുഡ്, ഗ്രേറ്റ് പ്രയർ വാരിയേഴ്സ് ആണ്. ഈ വചനവും കൂടെ ആഡ് ചെയ്താലുണ്ടോ, എൻ്റെ തമ്പുരാനെ ഹിരോഷിമേനും നാഗസാക്കിനും പൊട്ടാത്തത് നിന്റെ മുമ്പിൽ പൊട്ടും. യേശുവിൻ്റെ നാമത്തിൽ പ്രാക്ടീസ് ദാറ്റ്. ദൈവവചനത്തിന് തുല്യമായി മറ്റൊന്ന് എനിക്ക് പറഞ്ഞു തരാനില്ല. തൊട്ട് താഴെ കിടക്കുന്ന അന്യഭാഷയുടെ പ്രാർത്ഥനയാണ്. ഈ രണ്ട് കാര്യം നിങ്ങൾ ആരെയാലും എന്നോട് ചോദിക്കുക, ബ്രദർ സുരേഷ് ബാബു 18ാമത്തെ വയസ്സിൽ അപ്പം ഹിന്ദു, അമ്മ CSI ക്രിസ്ത്യൻ. സ്തോത്രം. 17ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ സന്നിധി വന്നു. 18ാമത്തെ വയസ്സ് മുതൽ പ്രസംഗിച്ചു തുടങ്ങി. ദൈവകൃപയാൽ ഇന്ന് മലയാളി പ്രീഷ്യസിൻ്റെ നടുവിൽ ഔട്ട് ഓഫ് കേരള ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഞാനാണ്. സ്തോത്രം. എന്ന് ടെൽ മീ വാട്ട് ഈസ് യുവർ സീക്രട്ട് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, നമ്പർ 1 വേർഡ് ഓഫ് ഗോഡ്, നമ്പർ 2 ഓൾവേസ് ടോക്കിംഗ് ഇൻ ടങ്സ്. God is my witness. ഇന്നലെ 7 മണിക്കൂർ ടങ്സിൽ പ്രാർത്ഥിച്ചാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്ന് എത്തിയത് ശുശ്രൂഷിക്കാൻ. 7 hours യേശുവിൻ നാമത്തിൽ. I know something spectacular, outstanding ആയിട്ടുള്ള എന്തോ വലുത് ഈ മണിക്കൂറുകൾ ദൈവം ചെയ്യുവാൻ പോകുകയാണ്. I encourage you for the word of God. ദൈവവചനത്തിന്റെ ഭയങ്കര ഒരു മൂവ്, അതിനായുള്ള ഒരു ദാഹം നിങ്ങളുടെ ഹൃദയത്തിൽ തുറക്കപ്പെടട്ടെ. Thank you Jesus. എൻ്റെ സ്വന്തം സഹോദരങ്ങൾ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു ഫാമിലി, സ്തോത്രം, ഞങ്ങളുടെ ചേർച്ചിലുണ്ട്, ക്രൈസ്റ്റ് സെൻ്ററിലുണ്ട്. അവിടെ മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ ചെറുക്കനുണ്ടല്ലോ, പരീക്ഷാ സമയമാകുമ്പോൾ അമ്മ ബൈബിൾ എടുത്ത് ഒളിച്ചു വയ്ക്കും. കാരണം അത്രയ്ക്ക് ഈ ചെറുക്കൻ സ്തോത്രം ബൈബിൾ വായിക്കും. എൻ്റെ ദൈവമേ, ബൈബിളിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആരെങ്കിലും പ്രസംഗിക്കാൻ വരുന്ന ദൈവദാസന്മാർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ വിളിച്ചു പറയും, ഹി നോ ദാറ്റ് വേർഡ് ഓഫ് ഗോഡ്. ദ പീപ്പിൾ ദോസ് ഹു ആർ ലവിങ്. നായർ തറവാടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന കുടുംബം, മന്നത്ത് പത്മനാഭൻ്റെ കുടുംബക്കാർ, അവൻ്റെ അപ്പൻ പറഞ്ഞിട്ട് എന്താ കാര്യം, യേശുവിൻ്റെ രക്തത്താൽ കഴുകി ദൈവസഭയിൽ വന്നപ്പോൾ വായിലൂടെ വരുന്ന രാമായണവും മറ്റേതുമല്ല, വായിലൂടെ വരുന്നത് തേനും കട്ടയേക്കാൾ ഇരുവാളത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനമത്രേ. പാരമ്പര്യ ക്രിസ്ത്യാനിയെ, സ്തോത്രം, നിനക്ക് അതിൽ കൂടുതൽ ചെയ്യുവാൻ കഴിയും. സ്തോത്രം. ഒരു കാര്യം കൂടെ പറയട്ടെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ട്, പൈനിയേഴ്സ് ഓഫ് ഫെയ്ത്ത്. ആരെങ്കിലും വായിക്കണം. സെക്കൻഡ് ബൈബിൾ പോലെ നിങ്ങൾക്ക് കൊണ്ടു കിടക്കാൻ പറ്റും. പൈനിയേഴ്സ് ഓഫ് ഫെയ്ത്ത്, ഡോക്ടർ ലെസ്റ്റർ സംറോൾ എഴുതിയ പൈനിയേഴ്സ് ഓഫ് ഫെയ്ത്ത്. ആ പൈനിയേഴ്സ് ഓഫ് ഫെയ്ത്തിൽ സ്തോത്രം ചാൾസ് ഫിനിക്സ് ഡെയ്ക്സ് എന്ന് പേരുള്ളതായ ഒരു ദൈവത്തിൻ്റെ ദാസനെ കുറിച്ച് സ്തോത്രം എഴുതിയിട്ടുണ്ട്. ചാൾസ് ഫിനിക്സ് ഡെയ്ക്സ്. അദ്ദേഹം കമ്പയർ ചെയ്തതാണ്, സ്തോത്രം, അദ്ദേഹം ക്രോഡീകരിച്ചതാണ് ഡെയ്ക്സ് അനോട്ടേറ്റഡ് ബൈബിൾ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഡെയ്ക്സ് അനോട്ടേറ്റഡ് ബൈബിൾ? ഓ ഗുഡ്, ഡെയ്ക്സ് അനോട്ടേറ്റഡ് ബൈബിൾ. ആ ഡെയ്ക്സ് അനോട്ടേറ്റഡ് ബൈബിൾ അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച ദൈവദാസൻ 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. ന്യൂയോർക്ക് പട്ടണത്തിൽ വലിയൊരു സ്തോത്രം വിരുന്ന് നടക്കുകയാണ്. ആ വിരുന്ന് നടക്കുമ്പോൾ മാത്യൂസങ്ങളെ, സ്തോത്ര വിരുന്ന് നടക്കുമ്പോൾ അവിടുത്തെ ഗവർണറിന് ആരാണ്ട് പരിചയപ്പെടുത്തി കൊടുത്തു, ഹേ ഹീസ് എ ബൈബിൾ സ്കോളർ. ഉടനെ ഗവർണർ ഇങ്ങനെ ഒരു അവഹേളിച്ച പോലെ കളിയാക്കുന്ന രീതി ചോദിച്ചു, ബൈബിൾ സ്കോളർ, എത്ര ബൈബിൾ വാക്യം അറിയാം? ഉടനെ പുള്ളി ഹമ്പിളായി തിരിച്ചു പറഞ്ഞു, സാറിന് ടൈമുണ്ടോ, എനിക്ക് എത്ര വാക്യം ഉണ്ടെന്നറിയാൻ? പുള്ളി പറഞ്ഞു, യെസ് എനിക്ക് ടൈമുണ്ട്. ഗവർണർ പറഞ്ഞു, എനിക്ക് ടൈമുണ്ട്. സാർ ഇരുന്നിട്ട് മത്തായി 1:1 തുടങ്ങി വെളിപ്പാട് പുസ്തകം 22ാം അധ്യായം അവസാന വാക്യം വരെ പുള്ളി കാണാതെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ കേട്ടോ? അതോ ഒരിക്കൽ കൂടെ പറയണോ? സ്തോത്രം. ഡെയ്ക്സ് അനോട്ടേറ്റഡ് ബൈബിൾ ക്രോഡീകരിപ്പാൻ ദൈവം ഉപയോഗിച്ചു. ആ ദൈവത്തിൻ്റെ ദാസൻ മുഴുവൻ ന്യൂ ടെസ്റ്റ്മെൻ്റ് ദൈവദാസനെ കാണാതെ പറഞ്ഞു കൊടുത്തു യേശുവിൻ്റെ നാമത്തിൽ. മക്കളെ, നമ്മൾ ഈ മലയാളികളെ തടയുന്ന, മലയാളികൾ ബെൽറ്റിൽ മാത്രമുള്ള ഒരു പ്രൈച്ചർ ആകല്ല. നമ്മൾ ഇന്ത്യയിൽ മാത്രം നിൽക്കല്ല. യേശുവിൻ്റെ നാമത്തിൽ ഇതുപോലെ പിതാക്കന്മാരെ മെൻഷൻ ചെയ്യുന്നത് പോലെ ദൈവകൃപയാൽ കർത്താവ് വരുന്നേ കൊണ്ടുപോട്ടെ. പക്ഷേ ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ട് മാത്രമേ ഈ പ്ലാനറ്റിൽ നിന്ന് പുറത്തു പോകാവൂ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിനുവേണ്ടി ഒന്നാമത് എനിക്ക് ആവശ്യം ദൈവവചനം അത്രേ. അടുത്തിരിക്കുന്ന 2 പേർക്ക് ഹൈഫൈ കൊടുത്തിട്ട് പറയാം, നമ്മളൊരു ചരിത്രമാകണം എന്ന് പറഞ്ഞേ. കൊടുക്ക ഹൈഫൈ കൊടുക്ക. അയ്യോ, കൊതുക് പോലും ചാകത്തില്ല. സ്തോത്രം. ഇങ്ങനെ കൊടുത്തേ, ഒരിക്കൽ കൂടെ ഇങ്ങനെ കൊടുത്തേ. അയ്യോ, ഈ മനുഷ്യനെ ആനയിറച്ചിയാണോ തിന്നുന്നത്? സ്തോത്രം. ഒരിക്കൽ നമ്മളൊരു ചരിത്രമാണ്. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. 2 പേർക്ക് പോരാ 2 പേർക്ക്. ഒരാളിന് മാത്രമേ കൊടുത്തുള്ളൂ. എഡ്ജിലിരിക്കുന്ന എല്ലാവരും എണീറ്റ് രണ്ടാമത് ഒരാളിനും കൂടെ കൊടുക്കണം.
സ്തോത്രം. നമ്മളൊരു ചരിത്രമാകണം, നമ്മളൊരു ചരിത്രമാകണം. ഒരു ചരിത്ര സൃഷ്ടിച്ചിട്ട് മാത്രമേ, യേശുവിന് വേണ്ടി, നിനക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയല്ല. നോ. മിഷൻ ഫീൽഡിൽ, ചർച്ച് പ്ലാൻ ചെയ്യുന്നതിൽ, ക്രൂസൈഡ്സിൽ, ഇവാഞ്ചലിസം പറയുന്നതിൽ ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്തത്, എനിക്കറിയത്തില്ല അതെന്തെന്ന്. കാരണം ഒരിക്കലും തലമുറകൾ കണ്ടിട്ടില്ലാത്തതാണ് കർത്താവ് പുതുതായി ചെയ്ത്. കഴിഞ്ഞ തലമുറ അപ്പച്ചമാർ കാണാത്തത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങൾ കാണാത്തത് നിങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുക, യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി. അതുകൊണ്ട് ഒരു ചരിത്രമായി യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവവചനം നിങ്ങളിൽ നിറയണം. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. നമ്പർ 2, സ്തോത്രം. ഈ സെഷൻ 6 കാര്യങ്ങൾ പറയുന്നതിൽ സ്തോത്രം. നമ്പർ 2, ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഇന്നർ മാൻ. ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഇന്നർ മാൻ. അകത്തെ മനുഷ്യന്റെ ഒരുക്കം. പ്രിപ്പറേഷൻ ഓഫ് ദ ഇന്നർ മാൻ. പ്രിപ്പറേഷൻ ഓഫ് ദ ഇന്നർ മാൻ. പ്രിപ്പറേഷൻ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, പ്രിപ്പറേഷൻ. ഒരിക്കൽ കൂടെ, ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഇന്നർ മാൻ. നിനക്കൊരു ഒരുക്കം ആവശ്യം. സ്തോത്രം. നോക്കണം, ഒരുക്കം ആവശ്യം. ഒരുങ്ങാതെ ആർക്കും, സ്തോത്രം, എന്നെ സംബന്ധിച്ച് ഓഫ്കോഴ്സ് ഒരുങ്ങാതെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ടായിരിക്കും, അവരെന്നെക്കാളും കൃപയുള്ളവരായിരിക്കും, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ എനിക്ക് ഒരുങ്ങിയേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഞാൻ ജോസ് പാസ്റ്ററോട് ചോദിച്ചു, ജോസ് പാസ്റ്റർ ഞങ്ങളുമായിട്ട് പ്രധാനപ്പെട്ട പല കാര്യവും ദൈവരാജ്യത്തെ സംബന്ധിച്ച് സ്തോത്രം എങ്ങനെ സംസാരിച്ച് അടുത്ത ലെവലിലേക്ക് എങ്ങനെ സഭയെ കൊണ്ടുപോകണം, ശുശ്രൂഷ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ കുറച്ചുകൂടെ പ്രയോജനപ്പെടണം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച് എങ്ങനെയായിരുന്നു. സ്തോത്രം. അല്പസമയം അദ്ദേഹത്തെ ഞാൻ മിണ്ടാതാക്കി, അദ്ദേഹത്തെ ഞാൻ ഓഫ് ചെയ്ത് മിണ്ടാതാക്കിയിട്ട് നിങ്ങളടുത്ത് പറയേണ്ടത് അദ്ദേഹത്തോട് കൂടി ചോദിച്ചു നോക്ക്. ഒരു 20 മിനിറ്റ് അന്യഭാഷ പറഞ്ഞ്, സ്തോത്രം. ഓൾറെഡി എനിക്കറിയാം, ഞാൻ പലയിടത്ത് പ്രസംഗിച്ചിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഇന്നലത്തെ എക്സ്പീരിയൻസ് ഇന്ന് നമുക്ക് നന്മയാകണമെന്നില്ല. കാരണം ഇന്നലത്തെ പിച്ചള സർപ്പം ഇന്ന് നികുഷ്ടാനാണ്. പോയി അതറിയണേ പുസ്തകം വായിച്ചാലേ സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ഇന്നലത്തെ നികുഷ്ടാൻ, സ്തോത്രം. ഇന്നലത്തെ പിച്ചള സർപ്പം ഇന്ന് നികുഷ്ടാനാണ്. ദാറ്റ് മീൻസ് സ്തോത്രം, പിച്ചള സർപ്പത്തിന് ശക്തിയുണ്ട്. നികുഷ്ടാൻ നിനക്ക് കെട്ടാണ്. പിച്ചള സർപ്പം ഇന്നലത്തെ ട്രെൻഡിൽ നിന്നാൽ ഇന്നത് വ്യർത്ഥ പാരമ്പര്യമാണ്. അത് അവസാന കണിയാണ്, കുടുക്കാണ്. അതുകൊണ്ട് എൻ്റെ ഇന്നലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഈ മണിക്കൂറുകൾ ഒരു പ്രയോജനമില്ല. മന്ന ഓരോ ദിവസം പുതിയതാണ്. ഞാൻ പുതിയത് പ്രാപിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ മുൻപിൽ എനിക്ക് എഫക്റ്റീവായി നിൽക്കാൻ കഴിയത്തുള്ളൂ. യേശുവിൻ്റെ രക്തം ചെയ്യും, യേശുവിൻ്റെ നാമത്തിൽ. സോ there must be a preparation. പ്രിപ്പറേഷൻ. എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്? ജനത്തിന് മുമ്പിലല്ല പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് സൈന്യം രഹസ്യത്തിലാണ് തങ്ങളുടെ ആയുധങ്ങളെ മൂർച്ച കൂട്ടുന്നത്. രഹസ്യത്തിലാണ് ആയുധങ്ങളെ മൂർച്ച കൂട്ടുന്നത്. സോ ദാറ്റ് മീൻസ് യേശു കർത്താവ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ, നന്നായി ഇരുട്ടുള്ളപ്പോൾ പുരുഷാരത്തിൽ നിന്ന് ഓടിപ്പോയി അവന് സ്തോത്രം ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുകയാണ്. അവൻ എങ്ങോട്ട് പോയി? പരിശുദ്ധാത്മാവെ അവൻ എങ്ങോട്ട് കൊണ്ടുപോയി? പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയും, അവൻ തങ്ങളുടെ ആയുധങ്ങളെ മൂർച്ച വരുത്തിക്കൊണ്ടിരിക്കുക. അന്ന് പകലുള്ള ശുശ്രൂഷ അവൻ മൂർച്ച വരുത്തുക. അവനൊരു ഒരുക്കം ആവശ്യം. യേശു ദൈവപുത്രൻ, അവന് പോലും രാവിലെ എഴുന്നേറ്റ് പോയി മറഞ്ഞിരുന്ന് ഒരു ഒരുക്കം യേശുവിന് ആവശ്യമായിരിക്കുന്നെങ്കിൽ എനിക്കും നിനക്കും എത്ര അധികമാണ് ദൈവത്തിന്റെ കൃപയുടെ ശുശ്രൂഷ. സ്തോത്രം. കൃപയോടുകൂടെ ചെയ്യുവാൻ നമുക്ക് എത്ര അധികമാണ് ഒരുക്കം ആവശ്യം. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറ, നമ്മൾ ഒരുങ്ങിയേ പറ്റത്തുള്ളൂ. പറഞ്ഞാട്ടെ, നമ്മൾ ഒരുങ്ങിയേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു. നല്ല കാര്യം. യെസ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നു. ചിലർ കത്രിമേശയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. അയ്യോ, ഇന്ന് കത്രിമേശ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു, എങ്കിൽ ഒന്ന് ഒരുങ്ങി വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിലെ വഴക്കൊക്കെ ഒന്ന് കുറച്ചിട്ട് പറയുക. വഴക്ക് പറയും, പക്ഷെ വഴക്കൊന്ന് കുറച്ച്, വോളിയും കുറച്ച് പറഞ്ഞിട്ട് വരുമായിരുന്നു. സ്തോത്രം. കത്രിമേശയ്ക്ക് വേണ്ടി ഒരുങ്ങാത്ത മന്ദബുദ്ധി, നീ കർത്താവിൻ്റെ വരവിൽ എങ്ങനെയാ പോകുന്നേ? എന്തൊരു ശാന്തത. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവൻ ഏത് മരച്ചുവട്ടിൽ നിന്നാലും കത്രിമേശ എടുക്കാൻ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കും. സ്തോത്രം. പക്ഷേ മാത്യു സംഘത്തിന് കിട്ടിയില്ല, ഞാൻ ഒരിക്കൽ കൂടെ പറയാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവനെ ഏത് മരച്ചുവട്ടിൽ, ചൈനയോ സൗദി അറേബ്യയോ ആരാധന സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ സ്തോത്രം, അവിടെ ഇതുപോലെ ഗ്യാദർ ചെയ്യാൻ പറ്റത്തില്ല. നീ ഒരു വിശ്വാസി, ഞാൻ ഒരു വിശ്വാസി, രണ്ടുപേരും ഒരുമിച്ച് കൂടി, നീ എവിടെ നിന്ന് വന്നു? ഞാൻ തിരുവല്ല. നീ എവിടെ നിന്ന് വന്നു? ഞാൻ കൊയിലാണ്ടിന്ന്. നീ ഞാൻ മർത്തോമയായിരുന്നു, പക്ഷേ നീ ഇപ്പോൾ വിശ്വാസം. ഓക്കെ, എങ്കിൽ ഒരാൾ പോക്കറ്റിൽ നിന്ന് ബ്രെഡ് എടുക്കുന്നു, മറ്റൊരാൾ പോക്കറ്റിൽ നിന്ന് വൈൻ എടുക്കുന്നു, രണ്ടുപേരും അവിടെ നിന്ന് കത്രിമേശ എടുക്കുന്നു. സ്തോത്രം. പോകുന്നു. അങ്ങനെ നടന്നിട്ടുള്ള രാജ്യങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഇന്നും ഉണ്ട്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ പറയാൻ പറ്റത്തില്ല. സ്തോത്രം. ഇറ്റ്സ് എ വെരി വെരി ടഫ് ഏരിയാസ്. ആ ടഫ് ഏരിയയിൽ ഇന്നും അങ്ങനെയുള്ള പ്രവൃത്തി നടക്കുന്നത്. ദാറ്റ് മീൻസ് അറ്റ് എനി ടൈം കാലം കേൾക്കും നമ്മൾ പോകും.
സ്തോത്രം. യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കർത്തൃമേശയ്ക്ക് വേണ്ടി എക്സ്ട്രാ ഒരുക്കമല്ല, നീ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതിനർത്ഥം ആ സെൻസിറ്റീവ് ആയിട്ടായിരിക്കണം ദൈവസേന നമ്മൾ ജീവിക്കേണ്ടത്. മനസ്സിലാകുന്ന ഒരു ഹാളിൽ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കണം. അല്ല, ഹാളിൽ കിടമ്പോൾ ആട്ടിൻകുട്ടി, പുറത്തിറങ്ങുമ്പോൾ പന്നിക്കുട്ടി അല്ല. എന്നെ നോക്കിയ മക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നത് നോക്കി പറ, വേഷം മാറല്ലേ. സ്തോത്രം. യെസ്. അതിനർത്ഥം ഇത് എന്നെ നാളെ ഇട്ടിട്ട് വന്ന് ബാക്കിയുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ആമേൻ, ഹല്ലേലൂയ. സോ കർത്താവിൻ്റെ വരവിന് വേണ്ടി ദൈവസഭ ഒരുങ്ങുന്നത് പോലെ നമുക്ക് ഈ ലോകത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരുക്കം. 6 മാസം ആ പെൺകുട്ടി ഒരുങ്ങി. ആര്? അഹശ്വേരോശിന്റെ മുന്നിൽ നിൽക്കുന്നതിന് മുൻപ് എസ്തറിന് 6 മാസം ഒരുക്കം. ഹേയ്, വാട്ട് യു മീൻ ബൈ പ്രിപ്പറേഷൻ ഓഫ് എസ്തർ? എസ്തറിൻ്റെ പ്രിപ്പറേഷൻ്റെ മറ്റൊരു വേർഷൻ ഞാൻ പറയട്ടെ, വിച്ച് ഈസ് നത്തിങ് ബട്ട് എ ഡിസിപ്ലിൻ. അതാ കാര്യം. എല്ലാ കൊച്ചുമക്കളും പറഞ്ഞടാ ഡിസിപ്ലിൻ. പറഞ്ഞ മക്കളെ, ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ. ദാറ്റ് ഈസ് കോൾഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഇന്നർ മാൻ. ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ. ഹല്ലേലൂയ. 5 പേരെ തൊട്ട് പറയണം ഡിസിപ്ലിൻ. പറഞ്ഞേ, 5 പേരെ തൊട്ട് പറഞ്ഞേ. ഇരുന്നാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇരുന്നാൽ ഈ കൊച്ചു കൈകൾ കൊണ്ട് തൊടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 5 പേരെ തൊടാൻ പറ്റുമോ? ഇരുന്നാൽ പറ്റുമോ? 5 പേരെ ഇരുന്നാൽ തൊടാൻ പറ്റുമോ? എങ്കിൽ പിന്നെ നിന്നെ കൈതൊട്ട് കളിക്ക് ഒളിമ്പിക്സിന് റിയോയിൽ വിടണമായിരുന്നു. സ്തോത്രം. അതെ 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 ഡിസിപ്ലിൻ. ഒരിക്കൽ കൂടെ റെഡി, 1 2 3. നിങ്ങൾ തൊടുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല. 5 പേരെ ഒരിക്കൽ കൂടെ തൊട്ട് പറ ഡിസിപ്ലിൻ. പെട്ടെന്ന് പറഞ്ഞേ. ബൈബിൾ ഈസ് ദ ബുക്ക് ഓഫ് ഡിസിപ്ലിൻ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അതിൻ്റെ ഡിസിപ്ലിനാണ് എഴുതിയിരിക്കുന്നത്. ബൈബിളിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറഞ്ഞ് നിൽക്കാൻ നേരമില്ല, കൂടുതൽ പറയാൻ എനിക്ക് അറിയത്തില്ല. ഓർഡർ അനുസരിച്ചാൽ, സ്തോത്ര, ഓർഡർ അനുസരിച്ച് നോക്കിയാൽ യോബിൻ്റെ പുസ്തകമാണെന്ന് തോന്നുന്നു ആദ്യം എഴുതിയത്. അല്ലേ കുഞ്ഞേ? യോബിൻ്റെ പുസ്തകമാണ് ആദ്യം എഴുതിയത്. യോബ്, സ്തോത്ര, അബ്രഹാമിൻ്റെ സമകാലികനായിരുന്നു. പക്ഷേ മോശയാണ് പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത്. അപ്പോൾ ഉൽപ്പത്തി എഴുതിയത് മോശ. അബ്രഹാം കഴിഞ്ഞ് 500 വർഷം കഴിഞ്ഞിട്ടാണ് മോശ ജനിച്ചത്. അപ്പൊ എഴുതിയതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ചല്ല സംഭവം വന്നേ. ഞാനാണ് ഷാർജയിൽ ആദ്യം സീനിയർ എന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അച്ചാച്ചാ ആദ്യം യോബ് എടുത്തു വെക്കണമായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം അച്ചടക്കത്തിൻ്റെ ദൈവമായതുകൊണ്ട് ആദ്യം സൃഷ്ടി മുതലാണ് തമ്പുരാൻ പറഞ്ഞു വന്നത്. ബൈബിൾ ഈസ് ദ ബുക്ക് ഓഫ് അച്ചടക്കം. ബൈബിൾ ഈസ് ദ ബുക്ക് ഓഫ് സ്തോത്രം. എന്തുവാ? ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ. സ്വർഗം ഒരു അച്ചടക്കത്തിൻ്റെ സ്ഥലം. കഴിഞ്ഞ ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ജനുവരി 26 എപ്പോഴെങ്കിലും ഇന്ത്യൻ ആർമി സ്വാതന്ത്ര്യ ദിനത്തിലോ റിപ്പബ്ലിക് ഡേക്കോ മാർച്ച് ചെയ്ത് പോകുന്ന കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ലുലു മാളിൽ ആൾക്കാരെ സാധനം വാങ്ങാൻ നടക്കുന്ന പോലെയാണോ നമ്മളെ പട്ടാളക്കാർ നടന്നേ? ഒന്ന് തെക്കോട്ടെങ്കിൽ നീ വടക്കോട്ട്, നീ വടക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്, അങ്ങനെയാണോ നടന്നേ? നോ. സ്തോത്രം. അവരെല്ലാം ഒരാൾ കൈവീശുമ്പോൾ അവന് മറ്റേ ആൾ ഒരാളുടെ റൈറ്റ് ഹാൻഡിലെങ്കിൽ മറ്റേ, അല്ല സ്തോത്രം, എല്ലാവരും അച്ചടക്കത്തിലാണ് നടന്നത്. അല്ലേ? ഹല്ലേലൂയ. മക്കളെ, ഇതെല്ലാം എവിടെ നിന്ന് ഈ മനുഷ്യർ പഠിച്ചെന്നറിയോ? ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ ഈ സ്വഭാവം എങ്ങനെ വന്നെന്നറിയോ? സ്വർഗം ഒരു അത്ഭുതത്തിൻ്റെ സ്ഥലമാണ്. ഒരു 10,000 പട്ടാളക്കാർ പോട്ടെ, 25,000 പട്ടാളക്കാർ ഡൽഹിയിലെ രാജ്പഥിലൂടെ നടന്ന നമ്മൾ കണ്ട് രോമാഞ്ചം കൊണ്ട് നമ്മൾ പറയുന്നത് സാരേ ജഹാംസി അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. പക്ഷെ എണ്ണിയാൽ ഒടുങ്ങാത്ത കോടാനുകോടി, ലക്ഷോപലക്ഷം, കോടിക്കണക്കിന് ദൂതന്മാർ. 2 ചെറുകൊണ്ട് പാദം മൂടി, 2 ചെറുകൊണ്ട് മുഖം മൂടി, 2 ചെറുകൊണ്ട് അച്ചടക്കത്തോടെ ദൈവത്തെ ആരാധിച്ചു. എല്ലാ വർഷിപ്പേഴ്സും കേട്ടെ, എങ്ങനെയെങ്കിലും വന്ന് രക്തത്താൽ കഴുകണമേ എന്ന് പറഞ്ഞിട്ടല്ല ആരാധന തുടങ്ങേണ്ടത്. ഒരിക്കലൂടെ പറയാം, വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് സ്തോത്രം എങ്ങനെയെങ്കിലും വന്നിട്ടല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. അച്ചടക്കത്തോടെ ജീവിച്ചിട്ട് ആരാധിച്ചാൽ മാത്രമേ ആരാധന ദൈവത്തിന് പ്രസാദമാകത്തുള്ളൂ. ആരാധനയെക്കുറിച്ച് സംപുരാൻ പറയുന്നത് സുഗ്രാഹ്യമെന്നാണ്. അല്ലേ? നല്ല പെർഫ്യൂമാണ്. അല്ലേ? ആരാധനയ്ക്കൊരു സുഗന്ധം ഉണ്ടെന്ന്. സുഗന്ധം പറഞ്ഞാട്ടെ, സുഗന്ധം. ജീവിതത്തിൽ അച്ചടക്കവും ഒരുക്കവും ഇല്ലാതെ ആരാധിച്ച കർത്താവ് പറയും, എന്താ എവിടെയോ ടയർ കത്തി നാർന്നല്ലോ. അയ്യോ, ഈ പിള്ളേരൊന്നും കണ്ടിട്ടില്ല, ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. മക്കളെ, ടയർ കത്തിയാൽ ഭയങ്കര നാറ്റമാണ് കേട്ടോ. സ്തോത്രം.
ഇവിടെ വല്ലാത്ത ഒരു വാട ഇരിക്കുന്നല്ലോ. ഗബ്രിയലേ, എവിടെ നിന്നോ ഒരു വാട വരുന്നു, എന്താന്ന് നോക്കി. അപ്പോൾ ഗബ്രിയേൽ പറയും, അത് ഇന്ന ചർച്ചിൽ ആരാധന തുടങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ വാട. മക്കളെ, അച്ചടക്കം ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, പറയുന്ന എന്നിൽ വെളിപ്പെടട്ടെ. നമ്മൾ ഇന്ന് നിൽക്കുന്ന ആത്മമണ്ഡലം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇരട്ടി കൂടെ, ഒരു 200% നമുക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റും 6 മാസം അച്ചടക്കം നിങ്ങൾ ചെയ്താൽ. ഭൂമിയിൽ അച്ചടക്കം. സ്തോത്രം. സ്വർഗം ഒരു അച്ചടക്കത്തിൻ്റെ സ്ഥലമാണ്. യേശു കർത്താവിലുണ്ടായിരുന്നു അച്ചടക്കം. യേശു കർത്താവിൽ അച്ചടക്കം ഉണ്ടായിരുന്നു. ഈ വാക്യം ആരെങ്കിലും വായിക്കണം, നല്ല നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വാക്യമാണത്. സ്തോത്രം. യെസ്. യോഹന്നാൻ 20:7. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 7-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 7-ാം വാക്യം. യോഹന്നാൻ ഒരിക്കൽ കൂടെ സിസ്റ്റർ, ഒരിക്കൽ കൂടെ വായിച്ചേ. ശീലകൾ കിടക്കുന്നത് മതി. സ്തോത്രം. അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു. കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ അവൻ്റെ ബെഡ്ഷീറ്റ് മടക്കി വച്ചിട്ട് പോയി എന്നാണ് ഇതിൻ്റെ സാരം. ഏതോ പിള്ളേരെന്നെ നോക്കി, അങ്കിളെ ഞാൻ മറന്നുപോയി. വേറെ ആരാണ്ട് പറഞ്ഞ് ഞാൻ ചെയ്യാറില്ല, ഞാൻ ഇന്ത്യൻ പതാക ഇങ്ങനെ പാറുന്നതുപോലെ വലിച്ചെറിഞ്ഞിട്ടാണ് എൻ്റെ ബെൻറ്റിൽ നിന്ന് ഞാൻ ജമ്പ് ഔട്ട് ചെയ്യുന്നത്. കർത്താവ് യേശു സൂപ്പർമാൻ പറക്കുന്നത് പോലെ പെട്ടെന്ന് 3 ദിവസമായിട്ട് സഫോക്കേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വന്നു. അതുകൊണ്ട് സ്തോത്രം, അതിനെ എടുത്ത് കളഞ്ഞിട്ടല്ല വന്നത്, നീ അച്ചടക്കം പഠിക്കാൻ. നീ പുതയ്ക്കുന്ന ബെഡ്ഷീറ്റിൽ പോലും അച്ചടക്കം ഉണ്ടാകാൻ. മടക്കി വച്ചിട്ട് അവ എണീറ്റ് പോയി. ഈ കണ്ടത് മറക്കല്ലേ. നിൻ്റെ ബെഡ്ഷീറ്റ്, നിൻ്റെ പെന്ന്, നിൻ്റെ പെൻസില്, നിൻ്റെ നോട്ട്ബുക്ക്, നിൻ്റെ അഴുക്കായ തുണി, നിൻ്റെ ബാത്റൂം. എൻ്റെ പോലെ വലിപ്പമുള്ള 2 പെൺപിള്ളേർ അപ്പനാ ഞാൻ. നീയൊക്കെ ഏതൊക്കെ കൊക്കമ്പി ചെയ്യാ കാണിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഹോളിവുഡിൽ നിന്നല്ല വന്നത്. അച്ചടക്കം, ഡിസിപ്ലിൻ. സൃഷ്ടി മുതലേ ഉണ്ട് ഈ അച്ചടക്കം. സൃഷ്ടി മുതലേ. 104-ാം സങ്കീർത്തനം 20 മുതൽ 23 വരെ. യൂത്ത് ക്യാമ്പ നല്ല പിള്ളേരാ കേട്ടോ, ബ്യൂട്ടിഫുൾ മക്കൾ. അങ്കിൾ ഫേസ്ബുക്കിലുണ്ടേ, ലൈക്ക് ചെയ്യണേ, ഡിസ്ലൈക്ക് ചെയ്യല്ലേ. ഞാനല്ല കേട്ടോ എൻ്റെ ഫേസ്ബുക്ക് ചെയ്യുന്നത്, എൻ്റെ സ്റ്റാഫാണ് ചെയ്യുന്നത്. നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ ഞാൻ വായിക്കും, നോ റിപ്ലൈ, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി ടൈം. എൻ്റെ ഇന്നത്തെ ദിവസം പോലെ എല്ലാ ദിവസവും ഞാൻ ബിസിയാണ്. എനിക്കൊരു 14 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ് ഞാൻ. 14 to 16 hours every day I'm working, not for me but for the Lord. Praise the Lord. Hallelujah. എന്തോ യോഗ്യതയുണ്ടടാ, എന്തോ യോഗ്യതയുണ്ട്. സ്തോത്രം. വായിക്കേ 104-ാം സങ്കീർത്തനം 20 മുതൽ 24 വരെ. Psalms 104 verse 20 to 24. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, കാട്ടുമൃഗങ്ങൾ രാത്രിയിൽ സഞ്ചാരം തുടങ്ങുന്നു. നൈറ്റ് ഡ്യൂട്ടിക്കാരെല്ലാവരും കേട്ടെ, കാട്ടുമൃഗങ്ങൾ അപ്പോൾ രാത്രിയിൽ സഞ്ചാരം തുടങ്ങുന്നു. പിന്നെ അടുത്ത ബാലസിംഹങ്ങൾ ഇരക്കായി അറിയുന്നു. നല്ല കാര്യം. അടുത്ത സൂര്യൻ ഉദിക്കുമ്പോൾ, വെളിച്ചം വരുമ്പോൾ മൃഗങ്ങൾ മടങ്ങുന്നു, തൻ്റെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്ന. അടുത്ത വാക്യം മനുഷ്യൻ. ഇത് നൈറ്റ് ഡ്യൂട്ടി, മൃഗം. സ്തോത്രം. അടുത്ത മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു. എപ്പോഴാണ്? സന്ധ്യ വരെ. സന്ധ്യ. അപ്പോൾ നോക്ക്, സ്തോത്രം. രാത്രിയിൽ മൃഗമാണ് ഉണർന്നിരിക്കുന്നത്. എല്ലാ നേഴ്സ്
സഹോദരിമാരെയും നൈറ്റ് ഡ്യൂട്ടിക്കാരെ ഞാൻ അവോയ്ഡ് ചെയ്ത് പറയട്ടെ. താങ്ക് ഗോഡ്, ഐ റിയലി ഓണർ യു, ഐ റിയലി അപ്രീഷിയേറ്റ് യു. സ്തോത്രം. പക്ഷേ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൻറ്റിമാരോ ഇവിടെ നൈറ്റ് ചെയ്യുന്ന സഹോദരന്മാരുണ്ടോ മറ്റേതെങ്കിലും സെക്ടർ അതർ ദാൻ മെഡിക്കൽ ഫീൽഡ്? ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ബ്രദർ? പവർ പ്ലാന്റ്. സ്തോത്രം. സി ദ തിങ് ഈസ്, രാത്രി ഡ്യൂട്ടിക്ക് വേണ്ടി പോകാതെ ബാക്കി രാത്രി ഫേസ്ബുക്കും വാട്സപ്പും ചാറ്റ് ചെയ്യുന്ന പുള്ളികളുണ്ടല്ലോ, അങ്ങനെയുള്ളവരുണ്ട്. എല്ലാം എന്നെ നോക്കിയേ, എൻ്റെ മുഖത്തിന് ഭയങ്കര സൗന്ദര്യം ഈ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. ആ ഗ്ലോറി എല്ലാവരും ഒന്ന് നോക്കിക്കേ. സ്തോത്രം. നോക്ക്, ഇല്ലാതെ നീ രാത്രി 11 മണിക്ക് ശേഷം ഉണർന്നിരിക്കുന്നെങ്കിൽ സ്തോത്രം, ഒന്നുകിൽ അത് പ്രാർത്ഥിക്കാനായിരിക്കണം, ഇല്ലെങ്കിൽ ബൈബിൾ വായിക്കാനായിട്ടായിരിക്കണം, ഇല്ലെങ്കിൽ കിടന്നുറങ്ങണം. കാരണം രാത്രി എന്ന് തിരുവചനം പറയുന്നത്, രാത്രിയിലാണ് മിസ്രയീമിൽ ഡെത്ത് ഏഞ്ചൽ, സ്തോത്രം, മരണദൂതൻ ഇറങ്ങി നടന്നത് രാത്രിയിലത്രേ. രാത്രി റെപ്രസെന്റ് ചെയ്യുന്നത് സ്തോത്രം ഈവിളിനെയാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സ്പിരിച്വൽ വാർഫെയർ. ആത്മമണ്ഡലത്തിൽ, മനുഷ്യ ശരീരത്തിൽ, മനുഷ്യ വികാരങ്ങളിൽ സാത്താൻ ആക്ടിവേറ്റ് ചെയ്ത് അവൻ പ്രവർത്തിപ്പാൻ സാധ്യതയുള്ളത് രാത്രിയിലത്രേ. അതുകൊണ്ടാണ് രാത്രി പ്രാർത്ഥനാ രാത്രികളാകട്ടെ എന്ന് പറയുന്നത്. പ്രാർത്ഥിപ്പാൻ വേണ്ടി കാത്തിരിക്കുക. While you are connected with God, the devil cannot touch you. സ്തോത്രം. സോ സൃഷ്ടിയുടെ ആരംഭം മുതലേ അതെ സ്തോത്രം അച്ചടക്കമുണ്ട്, ടൈമിന് അച്ചടക്കമുണ്ട്. ദൈവം ടൈമിങ് പറയുകയാണ്. നീ രാത്രി പ്രകാരം വരെ ഉറങ്ങിയത് മതി, എണീക്ക്. സൂര്യൻ ഉദിക്കും മതി, എണീറ്റ് ജോലിക്ക് പോ. സൂര്യൻ ഉദിക്കുമ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എണീക്കണം. അല്ലാതെ അതിരാവിലെ 10 മണി തിരുസന്നിധി, 10 മണിക്ക് അതിരാവിലെ അല്ല എണീക്കുന്നത്. ഓ കമോൺ, കേട്ടവർ ആമേൻ പറ. ഹല്ലേലൂയ. അപ്പോൾ ഏർലി ടു ബെഡ്, രാവിലെ സ്തോത്രം നേരത്തെ കിടന്ന് നേരത്തെ ദൈവസേന എണീക്കണം. എല്ലാ കുട്ടികളാമേ. നിങ്ങൾക്ക് വേണ്ടിയ മക്കളെ പറയുന്നത് ഞാൻ, അപ്പനും അമ്മയ്ക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാ പറയാം. നേരത്തെ കിടന്ന് നേരത്തെ എണീക്കണം. ഇല്ല, 2 minutes പ്ലീസ്, 2 minutes പ്ലീസ്, 2 minutes, 1 minute please, 2 minutes, 2 minutes, 2 minutes, 2 minutes, 2. No, സ്തോത്രം. He is the God of discipline. എന്നോട് ദേഷ്യമുള്ള എല്ലാവരും ആമേൻ പറഞ്ഞു. ആമേൻ. കണ്ടോ, സ്തോത്രം. ദേഷ്യമുള്ളവരുണ്ട്. സ്തോത്രം. He is the God of discipline. അർത്ഥം സ്തോത്രം. വീണ്ടും ഞാൻ പറയട്ടെ, വായിക്കേണ്ട സമയത്ത് ബൈബിൾ വായിക്കേണ്ട സമയത്ത് ബൈബിൾ വായിക്കണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ബൈബിൾ വായിക്കല്ലേ. ബൈബിൾ വായിക്കേണ്ട സമയത്ത് ബൈബിൾ വായിക്കണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. പഠിച്ചേ പറ്റത്തുള്ളൂ. യെസ്, മാക്സിമം പഠിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ ചേർച്ചിൽ കുഞ്ഞുങ്ങളെ നോക്കിയാൽ ഞാൻ പറയും, 4 കാര്യത്തിന് കോംപ്രമൈസ് ഇല്ല. 1, ക്യാരക്ടറിന് കോംപ്രമൈസ് ഇല്ല, സ്വഭാവം. 2, സ്പിരിച്വാലിറ്റിക്ക് കോംപ്രമൈസ് ഇല്ല. 3, ആഹാരത്തിന്, ഫിസിക്കൽ ബോഡിക്ക് കോംപ്രമൈസ് ഇല്ല. ആഹാരം കഴിക്കണം, പോഷകമായ പ്രോട്ടീൻ ഫുഡ് കഴിക്കണം. എന്നും ചിക്കനെ പോലെ നീ കഴിച്ചാൽ ബോയിലർ ചിക്കനെ പോലെ സൈഡിലോട്ട് വളരും. അവസാനം സ്തോത്രം, നിൻ്റെ പാരൻസിനും എന്നെപ്പോലെയുള്ള ദൈവദാസന്മാർക്കും നിനക്ക് കെട്ടിയോനെയും ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് വല്ലതിനെയും ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഒരു ഫാദറിലെ ഹാർട്ടിൽ നിന്ന് ഞാൻ പറയട്ടെ, ചിക്കൻ്റെ കാല് കഴിച്ചല്ല, നീ വെജിറ്റബിൾസ് കഴിക്കണം കൂടുതൽ. ഈ കണ്ണാടി ഫിറ്റ് ചെയ്തിരിക്കുന്ന മിക്കവാറും എല്ലാവരും ഒന്നല്ല ഞാൻ പറയുന്നത്, അതൊന്നും ചീരകൾ, ഈ കുഞ്ഞുങ്ങളെ കാര്യമാണ് ഞാൻ പറയുന്നത്, വലിയുള്ള കാര്യമല്ല. സ്തോത്രം. ഞാൻ പറയുന്നത് മിക്കവാറും എല്ലാം ഈ വെജിറ്റബിൾസ് കഴിക്കാത്ത അല്ലേ, അങ്ങനെയല്ല മെഡിക്കൽ സയൻസ് പറയുന്നത്. റൈറ്റ്. സോ അതുകൊണ്ട് സ്തോത്രം, അതെ, ആഹാര രീതിയിൽ പോലും അതിൻ്റെ അച്ചടക്കമുണ്ട്. ഓ വെജിറ്റബിൾസ്, മാമി നോ ഗിവ് മി KFC. എനിക്ക് അപ്പച്ചനെ കണ്ടാലേ പറ്റത്തുള്ളൂ. കെൻഡക്കി അപ്പച്ചൻ, അറ്റ്ലീസ്റ്റ് ഹീസ് an Assemblies of God believer. Let him contribute something for him. No, നടക്കത്തില്ല. സ്തോത്രം. അപ്പച്ചൻ വിശ്വാസം നമ്മൾ ഒരു വെജിറ്റബിൾ അപ്പച്ചനെ നോക്കി നമുക്ക് പറയാം, നമുക്കിപ്പോൾ സ്തോത്രം വെജിറ്റബിൾ റിവൈവലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അച്ചടക്കം, ഫിസിക്കൽ ബോഡി. നമ്പർ 4, എഡ്യൂക്കേഷൻ, ഡിസിപ്ലിൻ. ഇതിന് കോംപ്രമൈസ് ഇല്ല. നിനക്ക് എന്താണോ അഭിരുചി ദൈവം തന്നിരിക്കുന്നത്, എന്താണോ തമ്പുരാൻ നിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്, താല്പര്യം അനുസരിച്ച് സ്തോത്രം ദൈവകൃപയെ മുന്നേറണം. ഹല്ലേലൂയ. 10 മിനിറ്റ് ഞാൻ പെട്ടെന്ന് നിർത്താൻ പോവാ.
സ്തോത്രം. ഒന്ന്, ദൈവത്തിൻ്റെ വചനം, ദ ഫുഡ് ഓഫ് ദ ഇന്നർ മാൻ. രണ്ട്, ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഇന്നർ മാൻ. നമ്പർ 3, സ്തോത്രം. അതിൻ്റെ അർത്ഥം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, കിടക്കേണ്ട സമയത്ത് കിടക്കണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിക്കണം. സ്തോത്രം. ഏറ്റവും നന്നായി ചെയ്യണം. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറ, ഏറ്റവും നന്നായി ചെയ്യണം. പെട്ടെന്ന് പറഞ്ഞേ, മക്കളെ രണ്ടുപേരെ തൊട്ട് പറ, ഏറ്റവും നന്നായി ചെയ്യണം. പെട്ടെന്ന് പറ. സ്തോത്രം. ഏറ്റവും നന്നായി ചെയ്യണം. പറയാത്ത എല്ലാവരും നോക്കി പറയണം, ചിക്കൻ കുറയ്ക്കൂ, വെജിറ്റബിൾ കൂട്ടൂ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതെ, ചിലയിടത്ത് ചെല്ലുമ്പോൾ ഈ പാശ്ചാത്യ ദേശത്ത് വരുമ്പോൾ ചിലപ്പോൾ ഡാനിയൽ ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. ഡാനിയൽ ഫാസ്റ്റ് 90 days 120 days ഒക്കെ ഡാനിയൽ ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ദേവിദാസന്മാർ അവനുണ്ടല്ലോ, ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കത്തില്ല, വെജിറ്റബിൾ മാത്രമേ കഴിക്കത്തുള്ളൂ. സ്തോത്രം. നമുക്കിനി ഇവിടെ ഒരു ഫാസ്റ്റിംഗ് ഉണ്ടാക്കണം. എന്താ ഫാസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ, സ്തോത്രം, വെജിറ്റബിൾ ഫാസ്റ്റിംഗ്. ഐ എം കിഡിങ്. സ്തോത്രം. സോ ഡിസിപ്ലിൻ, അച്ചടക്കം, ആഹാര കാര്യത്തിൽ പോലും ഡിസിപ്ലിൻ. സ്തോത്രം. പലത് പറവാനുണ്ട്, നേരമല്ല. നമ്പർ 3, ദ സ്ട്രെങ്ത് ഓഫ് ദ ഇന്നർ മാൻ. അകത്തെ മനുഷ്യന്റെ ബലം. ദ സ്ട്രെങ്ത് ഓഫ് ദ ഇന്നർ മാൻ. പറഞ്ഞേ, അകത്തെ മനുഷ്യന്റെ ബലം എന്താണ്? ദ ബലം, ദ സ്ട്രെങ്ത് ഓഫ് ദ ഇന്നർ മാൻ. അകത്തെ മനുഷ്യന്റെ ബലം. സ്തോത്രം. അകത്തെ മനുഷ്യന്റെ ബലം. നെഹമ്യ 8:10. ക്വിക്ക്, പെട്ടെന്ന് വായിക്ക്. നെഹമ്യ 8:10. നെഹമ്യ 8:10. അകത്തെ മനുഷ്യന്റെ ബലം. നെഹമ്യ പഴയ നിയമത്തിലാണ്, നെഹമ്യ പുതിയ നിയമത്തിലല്ല. യെസ്. ശബ്ദമുയർത്തി, യഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി നമുക്ക് ഇങ്ങനെ പറയാം, യഹോവെങ്കിലെ സന്തോഷം എൻ്റെ ബലം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി പറഞ്ഞേ, യഹോവെങ്കിലെ സന്തോഷം എൻ്റെ ബലം. ഒരിക്കൽ കൂടെ, യഹോവെങ്കിലെ സന്തോഷം എൻ്റെ ബലം. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. അർത്ഥം, നിങ്ങളുടെ സന്തോഷം പോയോ, നിങ്ങളുടെ ബലം പോയി. സന്തോഷമില്ലാത്ത കാര്യം, അയ്യോ അവനിങ്ങനെ പറഞ്ഞല്ലോ, അവളിങ്ങനെ നോക്കിയല്ലോ, മറ്റേ കാര്യം ഇങ്ങനെ സംഭവിച്ചല്ലോ, ആ ദൈവദാസനെ അതും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് 7 ദിവസം അനസ്തീഷ്യ, ഫ്ലാറ്റ്. സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയുന്നു, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിന്റെ സന്തോഷത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾ എത്ര വലിയ കൃപയുള്ളവരായിരിക്കാം, എത്ര വലിയ തീയുള്ളവരായിരിക്കാം, നിങ്ങൾ നേഷൻ ചേഞ്ചർ ആയിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥിച്ച് നിങ്ങൾ മഴയെ നിർത്തിയവരായിരിക്കാം, പ്രാർത്ഥിച്ച് മഴയെ പെയ്ച്ചവരായിരിക്കാം, പ്രാർത്ഥിച്ചപ്പോൾ തീ വീണവരായിരിക്കാം. ഹൃദയത്തിൽ സന്തോഷം പോയ ഈ ഗതികേടായിരിക്കും വരുന്നത്. Now it is enough, God, take up my life quickly. ഇപ്പം മതി യഹോവേ, എൻ്റെ ജീവനെ എടുക്കണമേ. And Elijah became a depressed person. And according to Dr. Billy Graham, God cannot use a depressed person. സ്തോത്രം. ദൈവത്തിന് ഒരിക്കലും നിരാശനെ പ്രയോജനപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് നിരാശയുടെ കുട ഹൃദയത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. കേക്ക്. ചില സഹോദരന്മാർ വളരെ ശക്തമായി ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിരാശയോടെ അല്ല ഇരിക്കുന്നത്. അയ്യോ പാവം ഞാൻ, എനിക്ക് മാത്രം ഈ ഗതികേട്, എൻ്റെ മാത്രം അവസ്ഥ ഇത് എന്ന് പറഞ്ഞ് ഈ നിരാശയോടെ ഇരിക്കുന്നവനോ പരിശുദ്ധാത്മ കയറുന്നില്ല. പരിശുദ്ധാത്മ നിന്റെ പഞ്ചായത്തിലേ ഇല്ല. പകരം സ്തോത്രം, എന്ത് വന്നാലും എൻ്റെ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ജീവിക്കുന്നതിന് മാത്രമേ നീ അനുഭവിച്ച കണ്ണുനീരിനും നീ കടന്നുപോയ തീക്ക് മുത്തുപണം 70 മടങ്ങ് ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ ഉയർത്താനും മാനിക്കാനും കഴിയത്തുള്ളൂ. വചനത്തിൽ നിന്ന് ഞാൻ തെളിയിക്കട്ടെ. സ്തോത്രം. യോസെഫ് ഒരേ ഒരു ഭയങ്കര പ്രതീക്ഷ, യാക്കോബിൻ്റെ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു യോസെഫ്. കാരണം ഈ യാക്കോബ് ഇവിടെ എത്താൻ ഒരു സ്വപ്നമായിരുന്നു. കാരണം സ്വർഗം തുറന്ന് അറ്റം കാണാത്ത ഗോപിണി ഇറങ്ങി. ആ സ്വപ്നമാണ് യാക്കോബിനെ നടത്തിയത്. അപ്പോൾ അടുത്ത തലമുറയിൽ തൻ്റെ പ്രതീക്ഷ ഒരു സ്വപ്നം ഉണ്ടായിരുന്ന ഒരു ചെറുക്കനാണ്. പക്ഷേ ഒരു ദിവസം ബാക്കി എല്ലാവരും കൂടെ വന്നു പറയുക, നിൻ്റെ മകൻ യോസെഫ് പോയി, അവൻ മരിച്ചുപോയി. ആ പിശാചിൻ്റെ കള്ളത്തിൽ വിശ്വസിച്ച് യാക്കോബ് നിരാശനായി ജീവിക്കുക. ദീർഘവർഷങ്ങൾ ദൈവനോട് സംസാരിച്ചില്ല. ദീർഘവർഷം, നോ ഐഡിയ. ദൈവം യോസെഫിന് സ്വപ്നം കൊടുക്കുന്നു, യോസെഫിനെ ദൈവം നടത്തുന്നു, യോസെഫിനോട് കൂടെ ഇരിക്കുന്നു, യോസെഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. പക്ഷേ യാക്കോബിനോട് ദൈവം സംസാരിക്കുന്നതേ ഇല്ല, മിണ്ടുന്നില്ല. പിന്നെ യാക്കോബിനോട്
നീ ഭയപ്പെടേണ്ട, നീ എഴുന്നേറ്റ് മിസ്രൈമിലേക്ക് പോ എന്ന് സ്തോത്രം. പിന്നെ പറഞ്ഞത് എപ്പോഴെന്നറിയോ? പിന്നെ എപ്പോഴാണ് പറഞ്ഞതെന്നറിയോ? ശ്രദ്ധിക്കുക, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ മകൻ യോസെഫ് ജീവനോടെ ഇരിക്കുന്നു എന്ന് അവൻ അറിഞ്ഞ് അവൻ്റെ നിരാശയിൽ നിന്ന്, ദുഃഖത്തിൽ നമ്മൾ പുറത്ത് വന്നതിന് ശേഷം മാത്രമാണ് ദൈവം അവനോട് സംസാരിച്ചത്. ഇന്ന് പകൽ നിരാശയുടെയും ദുഃഖത്തിൻ്റെ ഗുഹകളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ നീ പുറത്തു വാ. നീ പുറത്തു വന്നാൽ മാത്രമേ ദൈവത്തിന് നിന്നോട് സംസാരിപ്പാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. രണ്ടുപേരെ തൊട്ട് പറ, കം ഔട്ട് ഓഫ് യുവർ കേജ്. അതെ, നിന്റെ ഗുഹയിൽ നിന്ന് പുറത്തു വാ. പെട്ടെന്ന് പറ, നിന്റെ ഗുഹയിൽ നിന്ന് പുറത്തു വാ, നിന്റെ ഗുഹയിൽ നിന്ന് പുറത്തു വാ. നീ നിരാശനാ, നിന്റെ ഗുഹയ്ക്ക് അത്ത് കിടക്കുകയല്ലേ. ഇപ്പം ആദ്യം യഹോവ എൻ്റെ ജീവൻ എടുക്കണമേ, എനിക്ക് ഈ ഗതികേട് വന്നല്ലോ, എൻ്റെ കുഞ്ഞിനിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് നീ അകത്ത് കിടക്കുന്ന ആ ഗുഹയുണ്ടല്ലോ, ഇന്ന് പകൽ സ്തോത്ര കർത്താവ് നിന്റെ ചെവിക്ക് പിടിച്ചു നിന്നെ പുറത്തെടുക്കുകയാണ്. സ്തോത്രം. കാരണം നീ അകത്ത് കിടക്കുമ്പോൾ നീ കൈയടിക്കുന്നുണ്ട്, നീ സ്തോത്രം പറയുന്നുണ്ട്, പക്ഷേ നീ പ്ലാസ്റ്റിക് ആണ്, നിനക്ക് ബലമില്ല. നിന്റെ ബലം ഉണ്ടാക്കണമെങ്കിൽ നീ ബലപ്പെടണം. നീ ബലപ്പെട്ടാലല്ലേ മറ്റൊരുത്തന്നെ നിനക്ക് ബലപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നീ ബലപ്പെടുവാൻ യഹോവയെങ്കിലെ സന്തോഷം നിന്റെ ബലമത്രേ. സ്തോത്രം. ജീവിതത്തിൽ ദുഃഖം വന്ന്, ടർമോയിൽസ് വന്ന്, പ്രതീക്ഷിക്കാത്ത ആഘാതം വന്ന്, മതി കർത്താവേ, ഇതൊന്നും കാണാൻ വയ്യേ, എൻ്റെ ജീവനെ കൂടെ എടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. ഒരിക്കൽ കൂടെ ചരമ പ്രാർത്ഥന നടത്തിയവർ ഇതിനകത്തിരിപ്പുണ്ട്. മതി കർത്താവേ, എന്തിനു ജീവിക്കുന്നു, തീർന്നാൽ മതി. മതി കർത്താവേ, എൻ്റെ ജീവനെ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കല്ല, എൻ്റെ മുഖത്ത് നോക്ക്, അവരെക്കാളും സൗന്ദര്യം എനിക്കാ. സ്തോത്രം. അതെ, എന്തിന് ഞാനിതെല്ലാം അനുഭവിക്കുന്നു കർത്താവേ, എൻ്റെ ജീവനെ എടുക്കണമേ എന്ന് മരണം ചോദിച്ചവർ ഇവിടെയുണ്ട്. കൈ ഉയർത്തല്ല. സ്തോത്രം. കൈ ഉയർത്തല്ല. അയ്യോ, എൻ്റെ ആര്യ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കൈ ഉയർത്തല്ല. സ്തോത്രം. കാരണം എല്ലാറ്റിനും സ്തോത്രം പറയാൻ എല്ലായിടത്തും കുറച്ച് പേരുണ്ടല്ലോ. സ്തോത്രം. നോക്കിയേ, 3700. അതെ, ഇപ്പോൾ എൻ്റെ ജീവനെ എടുക്കണമേ എന്ന് ചോദിച്ചവരുണ്ട്. മക്കൾ നിമിത്തമായിരിക്കാം, ഭർത്താവ് നിമിത്തമായിരിക്കാം, ഭാര്യ നിമിത്തമായിരിക്കാം, ചുറ്റുപാടുകൾ നിമിത്തമായിരിക്കാം, എൻ്റെ ജീവനെ എടുക്കണമേ. പക്ഷെ 3700 വർഷങ്ങൾക്ക് മുമ്പ് ഒരുത്തൻ പ്രാർത്ഥിച്ചു, മതി, എൻ്റെ ജീവനെ എടുക്കണമേ, എൻ്റെ ജീവനെ എടുക്കണമേ. സ്വർഗം നോക്കി മരണം ചോദിക്കുക. കർത്താവ് ദൂതന്മാരോട് പറഞ്ഞാണ്, കേട്ടോ നിങ്ങൾ ആ മന്ദബുദ്ധി പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ, ആ മന്ദബുദ്ധിയുടെ പ്രാർത്ഥന നിങ്ങൾ കേട്ടോ. ആ മരണം ചോദിക്കുന്ന അവനെ അറിയത്തില്ലയോ എൻ്റെ സ്റ്റോർ ഹൗസിൽ മരണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന്? നിങ്ങൾക്ക് മനസ്സിലായില്ല. ദൈവത്തിൻ്റെ സ്റ്റോർ ഹൗസിൽ മരണം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവൻ മാത്രമേ ഉള്ളൂ. മരണം ചോദിച്ച് ഏലിയാവേ, മരണം കാണാതെ കയറി വാ. മരണം കാണാതെ ദൈവം അവനെ എടുത്ത്. അന്ന് മരണം ചോദിച്ചവനാ ആൻറ്റിയെ, സഹോദരിയെ, സഹോദരനെ. അന്ന് 3700 വർഷങ്ങൾക്ക് മുമ്പ് മരണം ചോദിച്ചവൻ ഇന്നും മരിച്ചിട്ടില്ല. സ്വർഗത്തിലൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിൽ, സ്വർഗത്തിലൊരു ഡെത്ത് ഡേ അല്ല, ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിൽ തലയിൽ തൊപ്പിയും വെച്ച്, മുട്ടത്തലയിൽ തൊപ്പിയും വെച്ച്, ചുറ്റും ദൂതന്മാരുടെ മുമ്പിൽ നിന്ന് ഏലിയ പാടുന്നുണ്ടായിരിക്കും, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇന്ന് സ്തോത്രം. കാര്യം, നീ മരണം ചോദിച്ചെങ്കിൽ എൻ്റെ കുഞ്ഞെ ഈ അടുത്ത കാലത്തെങ്ങും നീ അടിച്ചു പോകത്തില്ല. കാരണം എൻ്റെ അപ്പൻ കൊല്ലുന്നവനല്ല, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കുക. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. നിരാശയുടെ ഗുഹകളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. അതുകൊണ്ട് എന്തോ കുന്തം ഉണ്ടായാലും സ്തോത്രം, നിന്റെ സന്തോഷം കളയല്ല. സന്തോഷം പോയാൽ ബലം പോയി. രണ്ടുപേരെ തൊട്ട് പറ, നമ്മുടെ ബലം ചോർന്നു പോകല്ല. പറഞ്ഞാട്ടെ, ബലം ചോർന്നു പോകല്ല. മോത്തോക്കി പറ, മോത്തോക്കി പറ, ബലം ചോർന്നു പോകല്, ബലം ചോർന്നു പോകല്, ബലം ചോർന്നു പോകല്. യേശുവിൻ്റെ നാമത്തിൽ ബലം ചോർന്നു പോകല്. നിന്റെ ഹോൾഡ് ലെഫ്റ്റും റൈറ്റും ഫ്രണ്ടിലും ബാക്കിലുമല്ല നീ ഹോൾഡ് ചെയ്യുന്നത്. നീ ഹോൾഡ് ചെയ്യുന്നത് അപ്പർ ഹോൾഡ്, അത്ര മേലെയാണ് നിനക്ക് പിടുത്തം. അതുകൊണ്ട് സ്തോത്രം, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലം. രണ്ട് കരങ്ങളിൽ അടിച്ച് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സ്തുതിച്ചേ. Thank you. Stotram. Then next one, the Bible says the glory of the inner man. The glory of the inner man. Watch it. The glory of the inner man. Efes ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം. Efes ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം. Efes ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം. വാക്യ എഫേസർ 5:18. വീഞ്ഞു കുടിച്ച് മാത്രമാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകൂല. പിന്നെ എന്തോ ചെയ്യണം? അതിന് പകരം ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും
തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് ഞായറാഴ്ച മാത്രം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് മാത്രം സ്തോത്രം ചെയ്യണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും, എല്ലാവരും പറഞ്ഞാട്ടെ, എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുക. സ്തോത്രം കേൾക്കണം, എപ്പോഴും ആരാധിക്കണം. അതിനർത്ഥം എപ്പോഴും ആരാധിക്കണം, എപ്പോഴും ആരാധന മൂഡിലായിരിക്കണം. എൻ്റെ മൂഡ് ഇന്ന് മോശം, അതുകൊണ്ട് ഇന്ന് ആരാധിച്ചില്ല, അതുകൊണ്ടാണ് പാസ്റ്ററെ ഞാനിന്ന് എൻ്റെ മൂഡ് ഓഫീസ് ഓർത്തിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് മൂഡ് ശരിയല്ല, അതുകൊണ്ട് ആരാധിച്ചില്ല. എന്നാൽ സ്തോത്രം തിരുവചനം പറയുന്നത് നിൻ്റെ സ്തോത്രം ആരാധനയുടെ മൂഡിലായിരിക്കണം നീ എപ്പോഴും ആയിരിക്കേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. ഭൂമിയിൽ നിന്ന് ആരാധന ഉയരുന്നു. കേൾക്കണം, ദിസ് ഈസ് ദ സീക്രട്ട്. സ്തോത്രം ഇന്നർമാനെ സംബന്ധിച്ച് ഭൂമിയിൽ നിന്ന് ആരാധന ഉയരുമ്പോൾ സ്വർഗത്തിൽ മഹത്വം ഇറങ്ങുന്നു. മക്കളെ കേൾക്കണം, ഭൂമിയിൽ നിന്ന് ആരാധന ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് മഹത്വം ഇറങ്ങുന്നു. ദാറ്റ് ഈസ് കോൾഡ് ദ ഗ്ലോറി ഓഫ് ദ ഇന്നർ മാൻ. The glory of the inner man. Praise and worship, that is called the glory of the inner man. Hallelujah. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, ഗ്ലോറി. ഒരിക്കൽ കൂടെ ശക്തിയോടെ. നാളെ രാത്രി നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് വീണ്ടും കേൾക്കാം. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഇറങ്ങാൻ നിന്റെ വാ തുറന്ന് നീ ആരാധിച്ചേ പറ്റത്തുള്ളൂ. നീ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം ഇറങ്ങുന്നത്. സോ ഓഫീസിൽ പോകുന്നു, ഷോപ്പിംഗ് മാളിൽ പോകുന്നു, ദൈവമില്ലാത്ത അന്യജാതിക്കാരുടെ നടുവിലേക്കും അവരുടെ മുമ്പിലിരുന്ന് നീ തലകുരിക്ക് അന്യഭാഷ പറയുകയും ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷേ സ്തോത്രം, അതെ അപ്പോഴും നിന്റെ ഉള്ളിൽ എന്തായിരിക്കണം? അണയാത്ത ഒരു യാഗപീഠം പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധന വെളിപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ. സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങൾ. സ്തോത്രം. സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. ആക്ച്വലി മുതിർന്നവർ എൽഡേഴ്സ് ആണെന്നെങ്കിൽ മറ്റു ടേംസിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. മക്കളെ സ്തോത്രം, എപ്പോഴും നമ്മൾ ആത്മാവിൽ സ്തോത്രം നമുക്ക് അന്യഭാഷയിൽ പാടാൻ കഴിയണം. പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യം, we can talk in tongues, same time we can sing in tongues. We can talk in tongues, same time we can sing in tongues. While you are singing in the tongues, let me tell you, you are going from glory to glory. സംടൈംസ് ഒരു ആരാധന മണ്ഡലത്തിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ, ആരാധന ലെവൽ അങ്ങ് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുന്നതിൽ ഐ ഗ്യാരണ്ടി യു ഹെവൻലി സോങ്സ്, സ്വർഗത്തിലെ ഭയങ്കര പാട്ടുകൾ നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയും. P.S. സാമുൽ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ റായ്പൂരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ വലിയൊരു ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ഇൻവേഷൻ വർഷങ്ങൾക്ക് മുമ്പ്, പ്രോബ്ലി ഒരു 40 years മുമ്പ് നടക്കുക, 40 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് സ്ലെയിൻ ദ സ്പിരിറ്റ് ഒന്നും ആർക്കും അറിയത്തില്ല, 40-45 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഒരു മനുഷ്യൻ നിലത്ത് വീണു. 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ എഴുന്നേറ്റത്. 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, സ്തോത്രം, ഞാൻ സ്വർഗത്തിലായിരുന്നു, എൻ്റെ ആത്മാവിൽ ഞാൻ സ്വർഗത്തിലായിരുന്നു. സ്വർഗത്തിൽ സ്തോത്രം ദൂതന്മാർ ദൈവത്തെ പാടുന്നതായ പാട്ട് ഞാൻ കേട്ടു. പാസ്റ്റർ വിശ്വാസികളും 1-2 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചു, നീ എന്തുവാ ആ പാട്ട്? അപ്പോൾ അയാൾ പാടി, പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ മറന്നുപോയി. പാസ്റ്റർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, അതെ ഇന്ന പാട്ടാണ് എനിക്ക് കിട്ടിയേ. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞിട്ട് മറന്നുപോയപ്പോഴേക്കും പാസ്റ്റർ അടുത്ത് ഒന്ന് താൻ പറയുകയാണ്, പാസ്റ്ററെ ഞാൻ ആ പാട്ട് മറന്നുപോയി. പാസ്റ്റർ P.S. സാമുൽ ഓർന്ന് നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ പാട്ട് വീണ്ടും തിരിച്ചു പിടിക്കണം. ദൈവത്തോട് പറയാൻ, കർത്താവേ എനിക്ക് തിരിച്ചു കയറണം. സ്തോത്രം. വീണ്ടും താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പാട്ട് മടങ്ങി വന്നു. ആ പാട്ട് ഏതാണെന്നറിയോ? ഓ ലാംബ് ഓഫ് ഗാഡ് ഹല്ലേലൂയ, ജീസസ് റിഡീം ഹല്ലേലൂയ. ഓ ലാംബ് ഓഫ് ഗാഡ് ഹല്ലേലൂയ, ജീസസ് റിഡീം ഹല്ലേലൂയ. സിംഗ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. Jesus redeem, hallelujah. Jesus redeem, hallelujah. Sing, oh Lamb of God, hallelujah. Oh Lamb of God, hallelujah. Jesus redeems, hallelujah. പഠിക്കേ. Jesus redeems, hallelujah. എല്ലാവരും hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Jesus redeem, hallelujah. Jesus redeem, hallelujah. 2 കരങ്ങൾ ഉയർത്തി, ഓ Lamb of God, hallelujah. Sing,
Oh Lamb of God, hallelujah. Jesus redeems, hallelujah. Jesus redeems, hallelujah. Sing loudly, hallelujah. Hallelujah. One more time, hallelujah. Hallelujah. ഒരിക്കൽ കൂടെ hallelujah. Hallelujah. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി hallelujah. Hallelujah. Jesus redeem, hallelujah. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറഞ്ഞ കർത്താവേ, ആരാധനാ മണ്ഡലങ്ങൾ എനിക്കായി തുറക്കപ്പെടട്ടെ, ആരാധന വീതികൾ എനിക്കായി തുറക്കപ്പെടട്ടെ. ഫാദർ, ഇൻ ജീസസ് നെയിം കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യും. ഐ പ്രേ റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ലെറ്റ് ദേർ ബി വണ്ടർഫുൾ സോങ് റൈറ്റേഴ്സ്. Let the wonderful songwriters rise from this place. ഗാനങ്ങൾ എഴുതുന്നവർ ഈ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ. ഗാനങ്ങൾ എഴുതുന്നവർ ഈ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറ. നിങ്ങളൊരു ആരാധന വീരനാണെങ്കിൽ നിങ്ങളൊരു ആസാഫായിരിക്കും. നിങ്ങളൊരു ആരാധന വീരനായ ദാവീദെങ്കിൽ നിങ്ങളൊരു സങ്കീർത്തനം എഴുതുന്നവനായിരിക്കും. ഐ പ്രൊഫസൈ ഓവർ സം പീപ്പിൾ ടുഡേ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ തലമുറയിൽ ഏറ്റവും ശക്തമായ ഗാനങ്ങൾ എഴുതുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മാതാപിതാക്കൾ സ്തോത്രം കേൾക്കണം. നിന്റെ കുഞ്ഞുങ്ങൾ പ്രസംഗത്തിനും പ്രവചനത്തിനും മാത്രമല്ല, അവരെഴുതുന്ന പാട്ടുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും മാത്രമല്ല, ലോകത്തിന് പ്രധാനപ്പെട്ട സകല ഭാഷകൾ ജനകോടികൾ പാടി ആരാധിക്കുന്ന ക്രമത്തിൽ ആരാധനയുടെ പുതപ്പ്. ഓ പോരാ, ആരാധനയുടെ പുതപ്പ്, ആരാധനയുടെ പുതപ്പ്, ആരാധനയുടെ പുതപ്പ്, ആരാധനയുടെ പുതപ്പ് ഈ കുഞ്ഞുങ്ങളെ മേൽ വീഴുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഫാനി ക്രോസ്ബി എന്ന് പറയുന്നവര് മാതാവുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. ഫാനി ക്രോസ്ബി സ്തോത്രം 12,000 സോങ്സ് എഴുതിയിട്ടുണ്ട്, 12,000 പാട്ടുകൾ. ആ 12,000 സോങ്സിൽ സ്തോത്രം അതെ 6,000 സോങ്സ് ഇന്ന് ലൈവാണ്. അതിൽ ഒരു സോങ്ങാണ് ബ്ലെസ്സഡ് അഷ്വറൻസ്, ജീസസ് ഈസ് മൈൻ. അതിൽ മറ്റൊരു സോങ്ങാണ് ഡോണ്ട് പാസ് മീ ജെന്റിൽ സേവിയർ എന്ന് പറയുന്ന വേറൊരു സോങ്, ഫേമസ് ഹിംസ്. പക്ഷേ ആ ഫാനി ക്രോസ്ബി ഉണ്ടല്ലോ, അവരുടെ സ്തോത്രം അതെ കുരുടായിരുന്നു. അവൾക്ക് അവർ കണ്ണ് കാണാൻ കഴിയാത്ത ഒരു സഹോദരിയായിരുന്നു. അവിടെ വേറൊരു പഴയൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് നാം തമ്മിൽ കണ്ടിടും. മലയാളം എനിക്കറിയത്തുള്ളൂ, ഇംഗ്ലീഷ് അറിയത്തില്ല. ഓ നാം തമ്മിൽ കണ്ടിടും. CSIയിൽ പണ്ട് ഞങ്ങൾ പാടിയതാ. രക്ഷകൻ മുഖം കാണും ശോഭയേറും നാടതിൽ. ന്യൂയോർക്ക് പട്ടണം അവർ വിളിച്ചു വെച്ച് സ്തോത്രം ആദരിച്ചു. ന്യൂയോർക്ക് സിറ്റി മുഴുവൻ വന്ന അദ്ദേഹത്തെ അവരെ ആദരിക്കുമ്പോൾ സ്തോത്രം അവർ പറഞ്ഞു, നമ്മൾ ഫാനി ക്രോസ്ബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം അവരുടെ കണ്ണ് തുറക്കട്ടെ. പക്ഷെ അവർ പറഞ്ഞു, നോ 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 നോ, എൻ്റെ കണ്ണ് തുറക്കണ്ട, ഞാൻ സ്വർഗത്തിൽ പോയി ആദ്യമായി എൻ്റെ യേശുവിനെ എനിക്ക് കണ്ടാൽ മതി. കേൾക്കണം സ്തോത്രം. ഒരു പാട്ട്, ഒരു പ്രസംഗം, വാട്ടെവർ ദൈവം നിങ്ങൾക്ക് തരണമെങ്കിൽ സ്തോത്രം അടഞ്ഞതിനെ ദൈവം ഏൽപ്പിക്കത്തില്ല, ഉടഞ്ഞതിനെ ദൈവം ഏൽപ്പിക്കത്തില്ല. എത്ര പേർ ഹല്ലേലൂയ പറയുന്നു? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിന്നിലേക്ക് ഇറങ്ങി വരുന്നു. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവ മഹത്വം വ്യാപരിക്കുന്നു. ദ ഗ്ലോറി ഓഫ് ദ ഇന്നർ മാൻ. രണ്ട് കാര്യം കൂടെ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് പെട്ടെന്ന് നിർത്തട്ടെ. സ്തോത്രം. ദ വെപ്പൺ ഓഫ് ദ ഇന്നർ മാൻ, ദ വെപ്പൺ ഓഫ് ദ ഇന്നർ മാൻ. റൈറ്റ് ഇറ്റ് ഡൗൺ. ദ വെപ്പൺ ഓഫ് ദ ഇന്നർ മാൻ, ദ വെപ്പൺ ഓഫ് ദ ഇന്നർ മാൻ. ഹേ, വാട്ട് ഈസ് ദ വെപ്പൺ ഓഫ് ദ ഇന്നർ മാൻ? വാട്ട് ഈസ് ദ വെപ്പൺ ഓഫ് ദ ഇന്നർ മാൻ? ദ വെപ്പൺ ഓഫ് ദ ഇന്നർ മാൻ ഈസ് നത്തിങ് ബട്ട് ദ ആർമർ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സർവായുധ വർഗം, ദ ആർമർ ഓഫ് ഗാഡ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 17 വരെ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 17 വരെ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 17 വരെ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യം. വി നോ സ്തോത്രം ആർമർ ഓഫ് ഗാഡ്. സർവായുധ വർഗം നമുക്കറിയാം. സത്യം അരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷമുള്ള ഒരുക്കം കാല് ചെരുപ്പായിട്ട് വിശ്വാസം എന്ന പരിചയം ഏറ്റെടുത്ത് ഉറങ്ങിയിരുന്നവർ നിൽക്കട്ടെ. സ്തോത്ര. വിശ്വാസം എന്ന പരിചയം എടുത്ത രക്ഷ എന്ന ശിരസ്മരണീയ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളിനെ കൈക്കൊള്ളണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ.
സ്തോത്രം. സർവായുധവർഗം. പണമല്ലായുധം, പദവിയല്ലായുധം, സുഹൃത്ത് ബന്ധങ്ങളല്ല ആയുധം, പകരം സർവായുധവർഗം. ദൈവത്തിൻ്റെ സർവായുധവർഗം. കത്തോലിക്കൻ്റെ അല്ല, പ്രൊട്ടസ്റ്റൻ്റിൻ്റെ അല്ല, ദൈവത്തിൻ്റെ സർവായുധവർഗം. ദൈവത്തിൻ്റെ സർവായുധവർഗം മുന്നിൽ മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? സ്തോത്രം. എത്ര വലിയ പോരാട്ടം നിനക്കുണ്ടെങ്കിലും, എത്ര വലിയ പോരാട്ടമുണ്ടെങ്കിലും നീ പിന്നോട്ട് പോകത്തില്ല, നീ മുന്നോട്ട് മാത്രമേ നീ പോകത്തുള്ളൂ. സ്തോത്രം. കല്ലിശ്ശേരിക്കും ചെങ്ങന്നൂരിന് ഇടയ്ക്ക് ഒരു പാലമുണ്ട്, ഒരു ഇടുങ്ങിയ പാലം. എൻ്റെ പേര് പറഞ്ഞേ. കല്ലിശ്ശേരിക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്ക് ഒരു ഇടുങ്ങിയ പാലമുണ്ട്. പറഞ്ഞേ, എൻ്റെ പേര് പറഞ്ഞേ. എന്തോ പാലം? മേൽപ്പുഴ, എറപ്പുഴ പാലത്തേക്ക് സ്തോത്ര വർഷങ്ങൾക്ക് മുമ്പ് NN വാഞ്ചു എന്ന് പറയുന്ന ഒരു ഗവർണർ ജീവിച്ചിരിക്കുമ്പോൾ, സ്തോത്രം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ് വാഞ്ചു ഗവർണറായിരുന്നത്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ കാറ് കോട്ടയത്തേക്ക് കാറിൽ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോവാ. എൻ്റെ ഫ്രണ്ടിൽ ഒരു പൈലറ്റ് വാഹനമുണ്ട്. ആ പൈലറ്റ് വാഹനം ഇങ്ങനെ ചുവന്ന ലൈറ്റൊക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് സ്തോത്രം ഇങ്ങനെ സ്തോത്രം വാ അങ്ങനെ ശബ്ദമൊക്കെ കേട്ട് സ്തോത്രം അതെ ബഹളം ഉണ്ടാക്കി. ഗവർണർ പോകുമ്പോഴേക്കും എതിരെ ഒരു കാളവണ്ടിക്കാരൻ വരിക. കാളവണ്ടി. മക്കളെ, കാളവണ്ടി എന്ന് പറഞ്ഞാൽ അറിയോ? കാളവണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഷാർജ കാളവണ്ടി ഉണ്ടോ? റിയലി? കാളവണ്ടി കണ്ടിട്ടുള്ളവർ കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. കാളവണ്ടി കണ്ടിട്ടില്ലേ? ബുള്ളോക്കോട്ട് പടത്തിലെങ്കിലും കണ്ടിട്ടുള്ളവർ കാര്യങ്ങൾ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഒരെണ്ണം കൊണ്ടുവരുമായിരുന്നു. സ്തോത്രം. അപ്പോൾ ഈ ബുള്ളോക്കോട്ട് സ്തോത്രം എന്തോ അറപ്പുഴ പാലോ, എറപ്പുഴ പാലത്തിൽ ഈ കാളവണ്ടി കയറി പഴയ ഏതാണ്ട് പാട്ടുമൊക്കെ പാടി ഈ വണ്ടിക്കാരൻ ഇങ്ങനെ കയറിയപ്പോഴേക്കും സ്തോത്രം പൈലറ്റ് വണ്ടിയും ഗവർണർ വണ്ടിയും കൂടെ സ്തോത്രം ആ പാലത്തിലേക്ക് വന്നു. രണ്ടും കൂടെ പാലത്തിൻ്റെ സെൻട്രൽ ഇങ്ങനെ മുഖാമുഖമായി നിന്നു. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ സൈഡില്ല. ഉടനെ പോലീസുകാരൻ പറഞ്ഞു, എടുത്തു മാറ്റടോ. ഇപ്പോഴുള്ള പോലീസുകാരാണ് നല്ല പോലീസുകാർ. റിയലി. സ്തോത്രം. പക്ഷേ പണ്ടത്തുള്ള പോലീസുകാർ അങ്ങനെയല്ല. അവരെ പറഞ്ഞു, എടുത്തു മാറ്റണോ, നിൻ്റെ വണ്ടി എടുത്തു മാറ്റണോ. പുള്ളി ഭവ്യതയോട് പറഞ്ഞു, സാറേ, എൻ്റെ വണ്ടിക്ക് ഒറ്റ ഗിയറേ ഉള്ളൂ. സാറിന് സമയത്തിന് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ സാറ് പിന്നാലെ എടുത്താട്ടെ, അല്ലാതെ എൻ്റെ വണ്ടിക്ക് പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ വണ്ടിക്ക് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഗവർണർ വണ്ടി പിന്നോട്ടെടുത്തു, പോലീസുകാരുടെ വണ്ടി പിന്നോട്ടെടുത്തു, കാളവണ്ടി പുറത്തിറങ്ങി. സ്തോത്രം. അതിനുശേഷം അവിടെ യാത്ര തുടർന്നു. അർത്ഥം, നാട്ടുകാരും വീട്ടുകാരും നിന്നെ പരിഹസിക്കുന്നതിനെല്ലാം നിന്നെ മാട്ടവണ്ടി എന്ന് തമിഴ് പറയും. സ്തോത്രം. മലയാളത്തിൽ പറഞ്ഞാൽ കാളവണ്ടി എന്ന് എന്നെ പരിഹസിച്ചാലും ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ മുൻപിൽ യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്ന സർവായുധ വർഗമുള്ളത് കൊണ്ട് നീ ഒരിക്കലും പിന്നോട്ട് പോകത്തില്ല. ദൈവത്തിൻ്റെ കൃപയാൽ നീ മുന്നോട്ടേ പോകത്തുള്ളൂ. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് യേശുവിൻ്റെ നാമത്തിൽ. എരിഹോ വന്നാലും, യോർദാൻ വന്നാലും, അനാക്യമല്ലന്മാർ വന്നാലും, എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഒരിക്കലും നീ പിന്നോട്ട് പോകത്തില്ല. ദൈവകൃപയാൽ നീ മുന്നോട്ടേ പോകത്തുള്ളൂ. നീ മുന്നോട്ട്. കാരണം യുദ്ധം നിൻ്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. ദ ആർമർ ഓഫ് ഗാഡ്. ഫൈനലി ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദ പവർ ഓഫ് ദ ഇന്നർ മാൻ. മാത്യു 17th chapter. ഞാൻ വിചാരിച്ച മാത്യു നോക്കുമെന്നാണ് വിചാരിച്ചത്. മാത്യു സംഘം എന്നെ നോക്കിയില്ല. സ്തോത്രം. അതെ, മത്തായി സുവിശേഷം 17-ാം അധ്യായം, അതെ, അതിൻ്റെ 20-ാം വാക്യം. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. അവൻ അവരോട് ഓക്കെ. യെസ് ആൻറ്റി. എങ്കിലും പ്രാർത്ഥനയാലും, എല്ലാവരും വായിച്ചേ, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. മുകളിലുള്ളതായ സ്റ്റോറി കൂടെ വായിച്ചാൽ മാത്രമേ, സംഭവം കൂടെ വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്തോത്രം അർത്ഥം മനസ്സിലാകത്തുള്ളൂ. മറുരൂപമലയിൽ നിന്ന് പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ 3 പേർ ഇറങ്ങി വരികയാണ്. യേശു കർത്താവിനോടൊപ്പം അവർ 3 പേര് കൂടെ ഇറങ്ങി വരികയാണ്. താഴെ 9 ശിഷ്യന്മാരുണ്ട്. സ്തോത്രം. ചന്ദ്രരോഗം ബാധിച്ചതായ ആ കുഞ്ഞിൽ നിന്ന് ആ ഭൂതത്തെ പുറത്താക്കാൻ ആ താഴെ നിന്നതായ 9 ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ഉടനെ സ്തോത്രം അവർ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല? അപ്പോൾ അതിൻ്റെ ശക്തി, ദ പവർ, അതിനുവേണ്ടി കർത്താവ് പറയുന്നു, പ്രാർത്ഥനയാണ്, ഉപവാസമാണ് ഈ ശക്തിയെ കൊണ്ടുവരുന്നത്.
സ്തോത്രം. പ്രാർത്ഥനയാണ്, ഉപവാസമാണ് സ്പിരിച്വൽ പവറിനെ നിനക്ക് തരുന്നത്. ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ. ദ പവർ ഓഫ് ദ ഇന്നർ മാൻ ഈസ് നത്തിങ് ബട്ട് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ. ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ. ഒരിക്കൽ കൂടെ, ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ. ഇവിടെ സ്തോത്രം ബിബ്ലിക്കൽ അനുസൃതമായി ഉപവസിപ്പാൻ സ്തോത്രം ഗൾഫ് നാടുകളിൽ സാഹചര്യങ്ങൾ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്താണെന്നറിയോ? ഉപവസിക്കുന്നുവെങ്കിൽ നിങ്ങൾ മാക്സിമം സമയം ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കണം. ഒരു വശത്ത് ജോലിയും മറുവശത്ത് ഉപവാസം എന്ന് പറഞ്ഞാൽ നോ, ദാറ്റ് ഈസ് ടു മച്ച് ടയറിങ്. ഒരു വശത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പറ്റത്തില്ല, മറുവശത്ത് നിങ്ങളുടെ ശരീരവും ക്ഷീണിക്കും. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, കോൺസ്റ്റൻ്റായി നിങ്ങൾ ആരാധന അന്തരീക്ഷത്തിൽ നിങ്ങൾ ആയിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ഓവറായിട്ട് ക്ഷീണിപ്പാൻ ചാൻസ് ഉണ്ട്. സ്തോത്രം. കാരണം ഉപവാസം എന്ന് പറയുന്നത് അബൈഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവസന്നിധിയിൽ വസിക്കുന്നതിൻ്റെ പേരാണ് ഉപവാസം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. കാരണം 4000 വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യം, എക്സോഡസ് ചാപ്റ്റർ 19 verse 20, സ്തോത്രം. അതെ, മോശ കയറി ചെന്നു, യഹോവ ഇറങ്ങി വന്നു. യഹോവ ഇറങ്ങി വന്നു, മോശ കയറി ചെന്നു. ഒരു സാധാ മനുഷ്യൻ, പോരെങ്കിൽ അവൻ്റെ പേര് മോശ, മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കയറി ചെന്നു, ദൈവം ഇറങ്ങി വന്നു. തിങ്ക് അബൌട്ട് ദാറ്റ്. ഒരു മനുഷ്യൻ കയറിപ്പോയി, ദൈവം ഇറങ്ങി വന്നു. മനുഷ്യൻ കയറിപ്പോകുന്നു, ദൈവം ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ മഹത്വം അദ്ദേഹത്തെ 40 ദിവസം മറച്ച് സ്തോത്രം വയ്ക്കുന്നു. അതെ, 40 ദിവസം അവൻ ആ മഹത്വത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കയറിയതുപോലെയല്ല അവൻ വരുന്നത്. ദൈവത്തിൻ്റെ തേജസ്സോടെ, തൻ്റെ മുഖത്തിൽ തേജസ്സിൻ്റെ പ്രഭയോടുകൂടെ തന്നെ ഇറങ്ങി വരുന്നു. സോ മോസസ്, വാട്ട് യു മീൻ ബൈ ഫാസ്റ്റിംഗ്? ദൈവസന്നിധിയിൽ സ്തോത്രം, ദൈവസന്നിധിയിൽ വസിക്കുന്നതിൻ്റെ പേരത്രേ ഉപവാസം. സോ ഉപവാസത്തിൽ കൊണ്ടുവരുന്ന ഭയങ്കര ഒരു സ്പിരിച്വൽ പവർ ഉണ്ട്. ഇന്ത്യൻ ചർച്ചിന് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്തതായ ഒരു കാര്യമത്രേ ഉപവാസം. ഇന്ത്യൻ ചർച്ചിന് സ്തോത്രം മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഉപവാസം. കാരണം വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം, അതെ, ഇന്ത്യയുടെ ഹൈന്ദവ സംസ്കാരം തന്നെ സ്ഥാപിക്കപ്പെട്ടത് സ്തോത്രം ഉപവാസത്തിലത്രേ. സ്തോത്രം. ഹിന്ദുയിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രാമായണമല്ല, ഭഗവത്ഗീതയല്ല, മഹാഭാരതമല്ല, വേദങ്ങളാണ്. കേൾക്കണം. വേദങ്ങൾ സ്തോത്രം എഴുതിയത്, അതാണ് അതിൻ്റെ മൂലഗ്രന്ഥം. വേദങ്ങൾ എഴുതിയത് സ്തോത്രം സന്യാസിമാരുടെ ഡീമണിക് ഫാസ്റ്റിങ്ങിലത്രേ. ഡീമണിക് ഫാസ്റ്റിംഗ് എവിടെ വെച്ചാൽ അവർ ഉപവസിച്ചത് ലോകത്തിൻ്റെ മേൽക്കൂര, ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന, നിങ്ങൾ കേട്ടിട്ടില്ല ഇത്? ശ്രദ്ധിക്കണം. സ്തോത്രം. ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഹിമാലയത്തിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൽ നിന്നുമുള്ള സ്പിരിച്വൽ ഹൈ പോയിന്റുകളുണ്ട്, അതിലൊന്നാണ് ഹിമാലയം. ഇന്നും സ്തോത്രം ഈ ഹാളിലിരിക്കുന്ന കുറെ എല്ലാവർക്കും അറിയാവുന്നതായ വലിയൊരു സ്തോത്രം സിനിമാ നടനുണ്ട്. ആ സിനിമാ നടൻ സ്തോത്രം ഓരോ സിനിമ ഷൂട്ടിങ്ങിന് മുമ്പ് 21 ദിവസം ആ ഹിമാലയത്തിൽ പോയി താൻ വ്രതമനുഷ്ഠിക്കും. മനസ്സിലാക്കണം. വർഷിപ്പ്, ട്രൂ വർഷിപ്പ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. സ്തോത്രം. ഫോൾസ് വർഷിപ്പ് കുറച്ച് ക്രിക്കറ്റിനും, കുറച്ച് സിനിമയ്ക്കും, കുറച്ച് രാഷ്ട്രീയത്തിനും, ഇങ്ങനെ പലതിലേക്ക് പോകും. ഫോൾസ്. ആ വർഷിപ്പ് മുഴുവൻ കൊണ്ടുവന്ന ലൂസിഫറാ. 2 ആരാധനയെ ലോകത്തിലുള്ളൂ. ഒന്ന് സത്യാരാധന, മറ്റൊന്ന് ഭോഷ്കിന്റെ ആരാധന. അപ്പോൾ സ്തോത്ര, കോടിക്കണക്കിന് ജനം ആ മനുഷ്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് ചാടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഹീസ് അറ്റൈനിങ് ആൻഡ് റിസീവിങ് ദ സ്പിരിച്വൽ പവർ ത്രൂ ഹിസ് ഡീമണിക് ഫാസ്റ്റിംഗ് അറ്റ് ഹിമാലയസ്. അപ്പോൾ ഹിമാലയത്തിൽ പോയി 21 ദിവസം താൻ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവൻ്റെ ദൈവത്തിൽ നിന്ന് ആ ശക്തി വന്നിട്ടാണ് ക്യാമറയുടെ മുൻപിൽ ആ മനുഷ്യൻ നിൽക്കുന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു സന്യാസിമാർ സ്തോത്രമാർ അവർ ഹിമാലയത്തിൽ കടന്നുപോയി വേദങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ചില കേട്ടിട്ടുണ്ടായിരിക്കും. അസത്തോമ സദ്ഗമയ, തപസ്സോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. ഹേ ദൈവമേ, ഞങ്ങൾ അസത്യത്തിലായിരിക്കുന്നു, ഞങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്തണമേ. ഞങ്ങൾക്ക് വഴി അറിയത്തില്ല, വഴി കാണിച്ചു തരണമേ. ഞങ്ങൾ മരണത്തിലായിരിക്കുന്നു, ഞങ്ങളെ ജീവനിലേക്ക് നടത്തണമേ. ഹേ, അവർക്ക് വഴി അറിയത്തില്ല, അവർക്ക് സത്യം എന്താണെന്നറിയത്തില്ല, അവർ മരണത്തിന് അധീനരായിരിക്കുന്നു. കേൾക്കണം. ഒരൊറ്റ ദൈവത്തിന് പോലും, ഒറ്റ ഹൈന്ദവ ദൈവങ്ങൾക്ക് പോലും ഇതാണ് സത്യമെന്ന്, സ്തോത്രം, ഇതാണ് ധർമ്മമെന്ന്, ഇതാണ് നീതിയെന്ന്, ഇതാണ് ജീവനെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളോവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. പ്രാർത്ഥന കേട്ട് മിണ്ടാതിരിക്കുന്നവനല്ല, പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്നവനായ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് 12 ശിഷ്യന്മാർ തനിക്കുണ്ടായിരുന്നിട്ടും 11നോടും പറഞ്ഞില്ല. തോമസിനെ മാത്രം മുന്നോട്ട് വിളിച്ചിട്ട്, യോഹന്നാൻ 14:6, തോമസിനെ മാത്രം മുന്നോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, തോമസേ, I am the way, the truth, I am the way, the truth, I am the way. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും തോമസിനോട് പറഞ്ഞു. ആ തോമസ് ഇന്ത്യയിലേക്ക് കടന്നു വന്ന. So that's a beauty.
സ്തോത്രം. ഏത് രാജ്യത്തിൽ നിന്നാണോ ആ പ്രാർത്ഥന പൊങ്ങിയത്, അതിനുത്തരമായി ആ തോമസ് വന്നിട്ട് പറഞ്ഞു, യേശു കർത്താവ് അത്ര വഴിയും സത്യവും ജീവന്. എല്ലാ ഇന്ത്യക്കാരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്തോത്രം. അപ്പോൾ ഇന്ത്യൻ ചർച്ചിന് മറക്കാൻ കഴിയാത്തതായ മഹത്തായതായ ഒരു സ്പിരിച്വൽ വെപ്പൺ അത്രേ ഉപവാസവും പ്രാർത്ഥനയും. എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ റേഡിയോസ്, ടെലിവിഷൻസ്, സൗത്ത് അമേരിക്കക്കാർ, യൂറോപ്യൻസ്. അവർ ചോദിക്കും, ഹേ, വൈ ആർ യു ഗൈസ് ഗിവിംഗ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദ ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്? ദിസ് ഇസ് എ റീസൺ. സ്തോത്രം. ഈസ്റ്റ് എപ്പോഴും ഫാസ്റ്റിങ്ങിൻ്റെ ത്രോൺ റൂമാണ്. സ്തോത്രം. മിക്കവാറും എല്ലാ മതങ്ങളും എല്ലാ വർഷങ്ങളും അവർ ഉപവസിക്കുന്നു. സ്തോത്രം. അതെ, ഈ രാജ്യത്ത് പോലും നിങ്ങൾ കാണുകയാണ്, എല്ലാ വർഷവും അവർക്ക് ഉപവാസമുണ്ട്. അവരുടെ ഡീമണിക് മണ്ഡലത്തെ ബലപ്പെടുത്താനായി അവർ ഉപവസിക്കുമ്പോൾ, സ്തോത്രം, ഈ പുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഉപവാസവും പ്രാർത്ഥനയുമുണ്ട്. 1.5 മണിക്കൂർ വേണം എനിക്ക് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത്. സ്തോത്രം. ഡേ ഓഫ് അറ്റോണിമെൻറ്റ്, മഹാപാപ പരിഹാര ദിനം. ഈ മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുന്ന, ദൈവസന്നിധിയിൽ വസിക്കുന്നതായ ദിവസത്തെക്കുറിച്ച് പറയുവാൻ. സ്തോത്രം. അത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഉപവാസവും പ്രാർത്ഥനയും. ഈ വാക്യം വായിച്ച്, ഈ വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ലൂക്കോസ് 4:1, ലൂക്കോസ് 4:14, ലൂക്കോസ് 4:1, ലൂക്കോസ് 4:14. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിൽ പ്രവേശിച്ചു. അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ മരുഭൂമിയിൽ നിന്ന്, സ്തോത്രം, ഗലീലയ്ക്ക് മടങ്ങി വന്നു. അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. കേൾക്കണം. ആത്മാവിൽ നിറഞ്ഞ മരുഭൂമിയിൽ പോയി, പക്ഷേ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. ആത്മാവിൽ നിറഞ്ഞവനായി പോയി, ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. സോ യേശുവേ, ഈ ആത്മാവിൻ്റെ ശക്തി എങ്ങനെ കിട്ടി? ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മരുഭൂമിയിൽ വെച്ച് കിട്ടി. അപ്പോൾ ഉപവാസം ആത്മാവിൻ്റെ ശക്തിയെ നിന്നിലേക്ക് കൊണ്ടുവരുന്നതാണ്. എക്സാമ്പിൾ, യേശു ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ നിറയപ്പെട്ടു. ഭൂതത്തെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ യേശുവിൽ നിന്ന് ശക്തി ഒരുക്കുകയാണ്. ഏത് പുസ്തകം പറയുന്നു? ഒറ്റ വാക്കിൽ 6000 ഭൂതം പുറത്തു പോകുകയാണ്. രക്തസ്രവക്കാരി വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. അയ്യോ, എന്നിൽ നിന്ന് അഭിഷേകം പോയി എന്നല്ല യേശു പറയുന്നത്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഈ ശക്തി യേശുവിന് എവിടെ നിന്ന് കിട്ടി? ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. സഹോദരങ്ങളെ, ഉപവാസവും പ്രാർത്ഥനയും ആത്മാവിൻ്റെ ശക്തിയാണ്. സ്തോത്രം. പെട്ടെന്ന് പറയാം, യേശുവിൻ്റെ വാക്കിൽ ശക്തി. യേശു പറഞ്ഞപ്പോൾ ശക്തി ഉണ്ടായിരുന്നു. യേശു നോക്കിയപ്പോൾ ശക്തി. യേശുവിൻ്റെ നോട്ടത്തിൽ ശക്തി ഉണ്ടായിരുന്നു. നോക്കിയാണ് പത്രോസിൻ്റെ അമ്മയുടെ ജ്വരത്തെ അവൻ സൗഖ്യമാക്കിയത്. യേശുവിൻ നോക്കിയപ്പോൾ ശക്തി. യേശു കൈവച്ച രോഗികളെ സൗഖ്യമാക്കി. യേശു തൊട്ടപ്പോൾ ശക്തി. വീണ്ടും വേദപുസ്തകം പറയുന്നു, യേശുവിനെ തൊട്ട് ജനം സൗഖ്യമായി. യേശുവിനെ തൊട്ടപ്പോൾ ശക്തി. യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട് ജനം സൗഖ്യമായി. യേശുവിൻ്റെ വസ്ത്രത്തിൽ ശക്തി. ഒരു കുരുടൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. യേശുവിൻ്റെ തുപ്പലിനും ശക്തി. സ്തോത്രം. തീർന്നില്ല. യേശുവിൽ വിശ്വസിച്ച പത്രോസ് നടക്കുമ്പോൾ പത്രോസിന്റെ നിഴലിൽ ശക്തി. പൗലൂസിന്റെ റൂമാലിൽ ശക്തി. യേശു പറയുമ്പോൾ, യേശു നോക്കുമ്പോൾ, യേശു തൊടുമ്പോൾ, യേശുവിന്റെ വസ്ത്രത്തിൽ, യേശുവിന്റെ തുപ്പലിൽ, യേശുവിൽ വിശ്വസിച്ച അപ്പോസ്തലന്റെ നിഴലിൽ, യേശു ഉപയോഗിച്ചതായ അപ്പോസ്തലന്റെ റൂമാലിൽ അന്ന് ശക്തി വ്യാപരിച്ചു എങ്കിൽ ഇന്നും ആ ദൈവശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം കരുതിയിട്ടുണ്ട്. Come on, എഴുന്നേറ്റ് നിന്നാട്ടെ. Let him empower us this morning, this afternoon. സ്തോത്രം. ഇന്ന് അതേ ഈ ഉച്ചയ്ക്ക് ശേഷം സമയം അവൻ നമ്മെ ബലപ്പെടുത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. Thank you, Jesus.